So, dear students, welcome to SS Physics classes. Kerala High Secondary first year അവസാന എക്സാമിന്റെ മോഡൽ എക്സാമിന്റെ ഡിസ്കഷന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. പരീക്ഷയ്ക്ക് ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് ഗുഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലെ, വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യനെ നിങ്ങൾ അപ്രോച്ച് ചെയ്തു. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ്സില് കൃത്യതയോടെ ആദ്യം നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അനാലിസിസ് ചെയ്യാം. ഏതൊക്കെ ചാപ്റ്ററിൽ നിന്ന് എത്രമാത്രം ക്വസ്റ്റ്യൻസ് ആണ് ഇൻ ടോട്ടൽ ആയിട്ട് നമുക്ക് ചോദിച്ചിരിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം വൺ ബൈ ആയിട്ട് നമ്മുടെ ടോട്ടൽ 40 ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് മൂവ് ചെയ്യുമ്പോൾ ലെങ്തി ആയിട്ടുള്ള ഡെറിവേഷൻ ഉള്ള ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ഒരു ഫോക്കസ് ഏരിയ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചെയ്ത ഒരു ലിങ്ക് ഉണ്ട്. അതിൽ കൃത്യതയോടെ സോൾവ് ചെയ്തിട്ടുണ്ട്. ബാക്കി ക്വസ്റ്റ്യനുകൾ നമുക്ക് ലൈവ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കാം. സോ യു ജസ്റ്റ് ടേക്ക് പേപ്പറും പേനയും ആയിട്ടിരിക്കുക. ക്വസ്റ്റ്യൻസ് മോണിറ്ററിൽ തെളിയും വളരെ വ്യക്തതയോടെ. At first we can go with an analysis. അപ്പൊ അനാലിസിസ് കൃത്യതയോടെ നമുക്കറിയാം 2 മണിക്കൂർ എക്സാം ആണ്. മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുന്നത് 60 മാർക്സ് ആണ് അല്ലെ. പക്ഷെ 40 ക്വസ്റ്റ്യൻസ് നമുക്ക് അവൈലബിൾ ആണ് എന്നുള്ളതാണ്. ദാറ്റ് ഇസ് എ സ്പെഷ്യാലിറ്റി. അപ്പൊ വൺ ബൈ ആയിട്ട് ആദ്യത്തെ 20 മിനിറ്റ് നിങ്ങൾ കൂൾ ഓഫ് ടൈമിലൂടെ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് പരിചയപ്പെട്ടു അല്ലെ. അപ്പൊ ഇവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഇത് ഫസ്റ്റ് വോളിയത്തിൽ എന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസിന്റെ ഒരു അനാലിസിസ് ആണ്. നോക്കിയേ, ഫസ്റ്റ് ചാപ്റ്റർ ഫിസിക്കൽ വേൾഡിൽ നിന്ന് ഇന്നത്തെ മോഡൽ എക്സാമിന് ചോദിച്ചത് 2 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇത് ഒരു പരിധിവരെ നമുക്ക് നമ്മുടെ ഫൈനൽ എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് വൺ. ഇതേ ഒരു സ്ട്രാറ്റജി ഇതിനോട് കമ്പയർ ചെയ്ത്, അപ്പോൾ ചില കുട്ടികളൊക്കെ പഠിപ്പിക്കുമ്പോൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഫസ്റ്റ് വോളിയം പഠിച്ചാൽ എനിക്ക് ഫുൾ A1 കിട്ടുമോ, A+ കിട്ടുമോ? നോക്കിയേ, ഫസ്റ്റ് വോളിയം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അപ് ടു ഗ്രാവിറ്റേഷൻ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത് ലോസ് ഓഫ് മോഷൻ എന്ന ചാപ്റ്റർ ബേസ് ചെയ്ത 17. ദെൻ നോക്കിയേ, റൊട്ടേഷണൽ മോഷൻ 16 മാർക്സ്, വർക്ക് 15, then gravitation. ഈ 4 ചാപ്റ്റർ ഒന്ന് നന്നായിട്ട് പഠിക്കാൻ ശ്രമിച്ചേ, ടോട്ടൽ മാർക്ക് നമുക്ക് നീഡഡ് ആയിട്ടുള്ള 60+ വന്നു അല്ലെ. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. അപ്പം വളരെ കൃത്യതയോടെ ലിമിറ്റഡ് ആയിട്ടുള്ള സമയം ബേസ് ചെയ്ത് പഠിക്കുന്നവർക്ക് പോലും ഈ പാൻഡമിക്കിൽ ഫുൾ സ്കോർ കിട്ടുന്ന തരത്തിലാണ് നിങ്ങളുടെ അധ്യാപകർ ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്തിരിക്കുക. സോ ബി കോൺഫിഡന്റ്. വി ക്യാൻ നല്ല രൂപത്തിൽ നമ്മുടെ യഥാർത്ഥ എക്സാമിനെ അപ്രോച്ച് ചെയ്യുവാനുള്ള ഒരു എനർജിയാണ് ആക്ച്വലി നമ്മുടെ ഹയർ സെക്കൻഡറി ബോർഡ് നിങ്ങൾക്ക് നൽകിയിരിക്കുക. നോക്കി, അപ്പൊ ഫസ്റ്റ് വോളിയത്തിൽ യു ഹാവ് ടു ഗീവ് മോർ ഇമ്പോർട്ടൻസ് ടു സച്ച് ടോപ്പിക്സ്: ലോസ് ഓഫ് മോഷൻ, വർക്ക്, റൊട്ടേഷൻ ആൻഡ് ഗ്രാവിറ്റേഷൻ. ആൻഡ് കീപ് ഇൻ മൈൻഡ്, ഈ പറയുന്ന 4 ടോപ്പിക്കിലും കണ്ടന്റ് മറ്റ് ചാപ്റ്ററുകളെ അപേക്ഷിച്ച് ഫോക്കസ് ഏരിയ നോക്കുമ്പോൾ കൂടുതലാണ്. അതിന് തന്നെ മോർ ഇമ്പോർട്ടൻസും വന്നു കഴിഞ്ഞു. സോ ആദ്യത്തെ മെക്കാനിക്സ് പോർഷന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. നമ്മുടെ സെക്കൻഡ് വോളിയത്തിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. അവിടെ ഫ്ലൂയിഡ്സ് ബേസ് ചെയ്തിട്ട് 8 മാർക്സ് കഴിഞ്ഞാൽ എല്ലാത്തിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്. പക്ഷെ ഫോക്കസ് ഏരിയ ബേസ് ചെയ്ത് നമ്മൾ അതിനെ അനാലിസിസ് ചെയ്യുമ്പോൾ നമുക്കറിയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഓരോ ചാപ്റ്ററിൽ നിന്നും 2 or 3 ഹെഡിങ്ങുകൾ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. അവിടെ നിന്ന് മാക്സിമം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. സോ ഇപ്പോ പഠിച്ചു തുടങ്ങിയ വിദ്യാർത്ഥികൾക്ക് പോലും ഏറ്റവും മികച്ച സ്കോറിലേക്ക് വരുവാൻ നിങ്ങളെ സഹായിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ. സോ ബി കോൺഫിഡന്റ്. മാനസികപരമായ ഒരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് വേണ്ട. കംഫർട്ടായിട്ട് നിങ്ങൾ അപ്രോച്ച് ചെയ്താൽ ഏറ്റവും മികച്ച സ്കോർ ഈ എക്സാമിൽ നിന്ന് നമുക്ക് ലഭിക്കും. സോ നമുക്ക് വൺ ബൈ ആയിട്ട് ക്വസ്റ്റ്യൻസ് കണ്ടുപോകാം. നിങ്ങളുടെ കമന്റ്സ് ഞാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ ആൻസേഴ്സ് ആഗ്രഹിക്കുന്നുണ്ട്. സോ പ്ലീസ് ഷെയർ വിത്ത് മീ വളരെ വ്യക്തമായിട്ട്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ യഥാർത്ഥ എക്സാമിനെ അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്കും ഇതിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക് നല്ലതായിരിക്കും. അതിന്റെ കൂട്ടത്തില് ഒന്ന് ഓർമ്മപ്പെടുത്തുകയുമാകാം ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് ആ ഏരിയയിൽ ശ്രദ്ധിക്കേണ്ടത്. സോ വി ക്യാൻ ഗോ വിത്ത് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം ഫിസിക്കൽ വേൾഡ്. Name
the branch of physics which deals with light energy? Can you give the answer, everybody? Yes, very good. Yes, exactly. That is the first option as the answer. So that is optics. Very good. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ബാക്കിയുള്ള കേസസ് ഓർക്കണേ. Electrodynamics, and we can say the movement of the charged particles in electric field or magnetic field, like that. Mechanics, the motion of the object including the rocket propulsion, like that. Thermodynamics, the heat energy, temperature. Yes, exactly. So that is the answer. Very good, very good. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്കോർ 1 കിട്ടിക്കഴിഞ്ഞു. And the second one, out of the fundamental forces in nature, which is the weakest force? Can you say? Come on, everybody. ഏതാണ് weakest force എന്ന് പറയാ? നമുക്കറിയാം, നമ്മുടെ നാച്ചുറലി ഒക്കറിംഗ് ആയിട്ടുള്ള ഫോഴ്സസ് എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, the number 1, and the second one നമുക്കറിയാം weak nuclear force. Then the third one, that our electromagnetic force, and the fourth one, that is a gravitational force. വളരെ പ്രധാനപ്പെട്ട concept ആണ്. And keep in mind, by considering the strongest one is nothing but the strong nuclear force, and the weakest force, that is nothing but equal to, exactly, you're right, that is the gravitational force. വളരെ പ്രധാനമാണ്. ഒരു മാത്തമാറ്റിക്കൽ ആസ്പെക്ട് കൂടെ മനസ്സിലേക്ക് ഓർക്കണേ. നമ്മുടെ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത് 1 എന്ന മാഗ്നിറ്റ്യൂഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാവിറ്റേഷണൽ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് 10⁻⁻39 വാല്യൂവേ ഉള്ളൂ. അത്ര കണ്ട് ചെറുതാണ് നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്നുള്ള കാര്യം ഓർക്കുക. ഒരു മനോഹരമായ ചാർട്ടിനകത്ത് ഇതിന്റെ കമ്പാരിസൺ വളരെ വ്യക്തമായിട്ട് NCERT-യിലുണ്ട്. വായിച്ചിരിക്കുക. ഉറപ്പാണ് നമുക്ക് 2 മാർക്ക് അവിടെ നിന്ന് കിട്ടിയിരിക്കും. Then loss of motionലെ ഫ്രിക്ഷനിലേക്ക് കിടക്കുകയാണ് കേട്ടോ. The maximum value of static friction, that is called what? Come on, everybody. Yes, the frictional force versus that applied one. If we just draw the graph, it is the concept there. അപ്പൊ അവിടെ നമ്മൾ മനോഹരമായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ബോഡി മൂവ് ചെയ്യാൻ തുടങ്ങുന്നത് വരെയുള്ള മാക്സിമം, this one, and that is what is called exactly that limiting friction. That is a very important term, the limiting friction. അതാണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുക. അതുവരെ നിങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, ആ ഒരു പോയിന്റ് വരെ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് it is said to be a self-adjusting force. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ബോഡിയെ മൂവ് ചെയ്യിപ്പിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ, സപ്പോസ് ഇതൊരു 10 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴാണ് അനങ്ങാൻ തുടങ്ങുന്നതെങ്കിൽ, നമ്മൾ അതിന് പകരം ഒരു 6 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്താൽ ഇവിടെയുണ്ടാകുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് got the same exact value as that of the 6 ന്യൂട്ടൺ. എന്താണോ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ്, അത് തന്നെയായിരിക്കും അവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് ബിഫോർ ഇൻ മോഷൻ. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പക്ഷെ മൂവ് ചെയ്ത് കഴിയുമ്പോൾ അങ്ങനെയല്ല. അത് നമ്മുടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് മൂവ് ചെയ്യും. അപ്പൊ ഇവിടെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അപ്ലൈഡ് ഫോഴ്സ് ആണ്. ഇനി മൂവ് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മുടെ കൈനറ്റിക് കോൺസെപ്റ്റ് വരുന്നത്, അല്ലെ? അത് ആരെ പ്രൊപ്പോർഷണൽ ആണ്? നോർമൽ റിയാക്ഷൻ. അവിടെ വരുന്ന കോൺസ്റ്റന്റ് ആണ് നമ്മുടെ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ആയിട്ട് പറയുന്നത്. അത് സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഓർമ്മയിൽ വെക്കുക. സോ ഇവിടുത്തെ ആൻസർ നമുക്ക് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആയിട്ട് നമുക്ക് കിട്ടി. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ അടുത്ത കോൺസെപ്റ്റിലേക്ക് പോവാം. ഈ റൊട്ടേഷണൽ മോഷൻ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുണ്ടല്ലോ, എല്ലാ വർഷവും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്, കമ്പാരിസൺ ആണ് വിത്ത് ലീനിയർ കോൺസെപ്റ്റ്. അതിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ. The moment of linear momentum is called what? Come on, everybody. What is your answer? The moment of linear momentum is called what? Moment of momentum. What is that? Yes, very good. Exactly. That is what is called that angular momentum. അപ്പൊ അതില്
നമ്മുടെ മനസ്സിൽ വരേണ്ട ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മറന്നു പോകരുതേ. അതിൽ ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലീനിയർ മോഷനുമായിട്ട് ഒരു കമ്പാരിസൺ നമുക്ക് റൊട്ടേഷണൽ മോഷൻ അല്ലെങ്കിൽ സർക്കുലർ മോഷൻ എടുക്കുമ്പോൾ അതിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, ഇനർഷ്യ എന്നൊരു കോൺസെപ്റ്റില് ലീനിയർ മോഷനിൽ നമ്മൾ നടക്കുന്ന കോൺസെപ്റ്റാണ് മാസ്. അതിന് പകരമായിട്ട് നമ്മുടെ റൊട്ടേഷണൽ മോഷനില് നമ്മൾ ഡീൽ ചെയ്യുന്ന ടേം മാസിന് പകരം, can you say anybody? മാസിന്റെ ഡ്യൂട്ടി ചെയ്യുന്ന റൊട്ടേഷണൽ മോഷനിലെ ടേം, that is what is called the moment of inertia. Moment of inertia. ഇത് എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ ആണ്, പല ആവർത്തി ചോദിച്ച കൺസെപ്റ്റ് ആണ്, മറക്കരുതേ. അതേപടി തന്നെ നമ്മുടെ മനസ്സിൽ വരണത് ഇപ്പൊ പറഞ്ഞ മൊമെന്റം, മൊമെന്റത്തിന് പകരം നിൽക്കുന്ന ടേം, അതിനെ നമ്മൾ കണ്ടുപിടിക്കുന്ന കോൺസെപ്റ്റ് ആണ് ആർക്ക് ക്രോസ് സ്പീഡ്. That is said to be the moment of momentum. That is angular momentum. അതേപോലെ ലീനിയർ ഫോഴ്സ്, ഫോഴ്സിന് പകരം നിൽക്കുന്ന റൊട്ടേഷണൽ ടേം. Can you say? ഏതാണ് നമ്മുടെ ലീനിയർ ഫോഴ്സിന് പകരം നിൽക്കുന്ന റൊട്ടേഷണൽ ടേം? Come on everybody. It is the torque. അവനെ നമുക്ക് ഇങ്ങനെ പറയാം കേട്ടോ, മൊമെന്റ് ഓഫ് ഫോഴ്സ്, ദ മൊമെന്റ് ഓഫ് ഫോഴ്സ്, ദ മൊമെന്റ് ഓഫ് ഫോഴ്സ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ടോർക്ക്. ഇതൊക്കെ ഫണ്ടമെന്റൽ ആയിട്ട് നമ്മുടെ മനസ്സിൽ അറിയേണ്ട കാര്യങ്ങളാണ്, ഓർമ്മയിരിക്കട്ടെ. അപ്പൊ നമുക്കൊരു ക്വിക്ക് റിവിഷനുമായി ഫോർ ദ മോഡൽ എക്സാമിനേഷൻ. ഐ ആം സാംസൺ SS, എ ടീച്ചർ ഫോർ ഫിസിക്സ് ഫോർ ലാസ്റ്റ് 20 years. ഇനി നിങ്ങളുടെ പഠനത്തിൽ സഹായിക്കാൻ SS ഫിസിക്സ് ക്ലാസ്സുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഉണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുവാൻ. ബോർഡ് പരീക്ഷയോടൊപ്പം തന്നെ എൻട്രൻസിന് സപ്പോർട്ട് നൽകുന്ന ക്ലാസ്സസ് ഈ ചാനലിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കുഞ്ഞുങ്ങളെ നോക്കൂ. According to kinetic theory of gas, the fifth question, what is the pressure of an ideal gas molecule and which is responsible for pressure in a gas molecule? Can you say? നമുക്കൊരു സിമ്പിൾ ആയ കോൺസെപ്റ്റിലൂടെ നമുക്ക് പറയാൻ പറ്റും. What is that? It is nothing but due to the continuous collision. It is nothing but because of the continuous collision between the molecules and also with the walls of the container that will exert pressure. So that is the basic concept. നമുക്ക് ഒരു മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, അതിനെക്കുറിച്ച് അങ്ങനെ സംസാരിച്ചാൽ നമുക്ക് മതിയാകും. അപ്പൊ എന്താണ്? ഇറ്റ് ഈസ് ദ ബേസിക്കലി നമ്മൾ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിൽ നമ്മൾ പറഞ്ഞു, നമ്മുടെ മോളിക്യൂൾസ് എല്ലാം തന്നെ ഇലാസ്റ്റിക് ആണ്, റിജിഡ് ആണ്, എന്നിട്ട് അവര് റാൻഡം മോഷനാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ ആ റാൻഡം മോഷൻ വരുമ്പോൾ കീപ് ഇൻ മൈൻഡ് ദ വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്, ദേ ആർ ഇൻ കണ്ടിന്യൂസ് മോഷൻ. So they will collide with them and also with the walls of the container. So that is the responsible for pressure. So that is a very important concept. Very good, very good. The next one, simple question from units measurement. Right. അപ്പൊ ഇനി മുതലുള്ള അങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻസിനെല്ലാം നമുക്ക് 2 മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ആണ്. യെസ്. അപ്പൊ അതിലെ 10+ ക്വസ്റ്റ്യൻസ് ഉണ്ട്. പക്ഷെ നമുക്ക് ഏതെങ്കിലും 5 എണ്ണം സെലക്ട് ചെയ്താൽ മതി. Good. That is very important. അപ്പൊ അത് സൂക്ഷ്മതയോടെ ശ്രദ്ധിച്ചു വേണം പോകാൻ. അപ്പൊ നമ്മൾ ആദ്യത്തെ 60 മാർക്ക് നമ്മൾ സ്കോർ ചെയ്യുമ്പോൾ എല്ലാം അങ്ങനെ എഴുതാൻ പറ്റില്ല. ഏതെങ്കിലും 5 ക്വസ്റ്റ്യനെ അവിടെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഫസ്റ്റ് വോളിയത്തിലെന്ന ക്വസ്റ്റ്യൻസ് എല്ലാ സെക്ഷനുകളും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനുള്ള സാധ്യതയും ഉണ്ട്. നോക്കൂ. റൈറ്റ് ദ യൂണിറ്റ്സ് ഓഫ് ദ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. ഇലക്ട്രിക് കറണ്ട്. വാട്ട് ഈസ് ദ യൂണിറ്റ്? Come on everybody. Yes, exactly. That is ampere. അപ്പൊ അതിന്റെ റെപ്രസെന്റേഷൻ കൂടെ ഒന്ന് ഓർക്കണേ. ക്യാപിറ്റൽ A. What is that? The plane angle. നമുക്കറിയാം 2 സപ്ലിമെന്ററി ക്വാണ്ടിറ്റികൾ അല്ലെ. യെസ്. ഒരിക്കൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് കേട്ടോ, ട്രൂ ഓർ ഫോൾസ് ബേസ് ചെയ്തിട്ടാണ്. ഹാവ് യൂണിറ്റ് but no dimension. Have unit. Some physical quantities have unit but no dimension. Can you predict? ഇത് ട്രൂ ഓർ ഫോൾസ് ആയിട്ട് ചോദിച്ച ഒരു കോൺസെപ്റ്റ് ആണ്. നമുക്ക് എക്സാക്ട്ലി പറയാൻ പറ്റും അല്ലെ. 2 എക്സാമ്പിൾസ് ഉണ്ട് അല്ലെ. അതിനാണ് നമ്മൾ സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസ് എന്ന് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയാണാവോ? ദാറ്റ് ഈസ് പ്ലെയിൻ ആംഗിൾ
And the second one as a solid angle. That is very important. ഓക്കെ, ഇവിടെ നമുക്ക് പ്ലെയിൻ ആംഗിളിന്റെ യൂണിറ്റ് ആണ് നമുക്ക് വേണ്ടത്. SI യൂണിറ്റ് നമ്മൾ എന്താണ് പറയുന്നത്? റേഡിയൻ എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലെ, അല്ലെങ്കിൽ അതിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം റാഡ് എന്ന് നമുക്ക് പറയാം. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ നമ്മുടെ ആ 7+2 ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റ് നമ്മളൊന്ന് ഓർത്തിരിക്കുക. കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളതൊക്കെ ഒന്ന് മനസ്സിൽ ഓർക്കണേ. തെർമോഡൈനാമിക്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ടെമ്പറേച്ചർ വരുമ്പോൾ അത് കെൽവിനാണ് എന്നുള്ള കാര്യം ഓർക്കുക. ലൂമിനസ് ഇന്റൻസിറ്റി വരുമ്പോൾ കാൻറ്റിലയാണെന്നുള്ള കാര്യം ഓർക്കുക. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എന്ന് പറയുമ്പോൾ മോൾ ആണെന്ന് ഓർക്കുക. പ്ലെയിൻ ആംഗിളിനോടൊപ്പം വരുന്ന നമ്മുടെ സോളിഡ് ആംഗിൾ, ദ 3 ഡയമെൻഷണൽ ആംഗിൾ, നമുക്ക് സ്റ്റെറേഡിയൻ എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഒരു ക്വിക്ക് റിവിഷൻ ഉള്ള ഒരു സാധ്യത വന്നു എന്നർത്ഥം. വെരി ഗുഡ്, നല്ല ക്വസ്റ്റ്യൻ ആണ്. നോക്കി, എ ബോഡി ഈസ് ട്രാവലിംഗ് along a circular path of radius 10 meter. So the radius is given, that is equal to 10 meter. If it travels from A to B, എയിൽ നിന്ന് ബിയിലേക്ക് ട്രാവൽ ചെയ്താൽ ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ ബോഡി. ചോദ്യത്തിൽ ഒരു അല്പ ക്ലാരിറ്റി കുറവുണ്ടെന്ന് തോന്നുന്നു. എന്നിരുന്നാലും നമുക്ക് രണ്ട് തരത്തിൽ നമുക്കൊന്ന് അപ്രോച്ച് ചെയ്യാം. സപ്പോസ് ഇൻ ടോട്ടൽ ആയിട്ട് പാർട്ടിക്കിൾ, എനിക്ക് തോന്നുന്നു ആദ്യം പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് AB വഴി ട്രാവൽ ചെയ്തുകൊണ്ടിരുന്ന ഒരാള് പിന്നെ AB ട്രാവൽ ചെയ്താൽ there is a comparison. ആ തരത്തിലായിരിക്കാം ചോദ്യം. എന്നിരുന്നാലും ആദ്യത്തെ കേസിൽ നമുക്ക് A to B തന്നെ മാത്രമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം എന്താണ് അവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. A to B എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? നമ്മുടെ ഡയമീറ്റർ അല്ലേ എന്ന് പറയുമ്പോൾ അത് ഡബിൾ R ആയിട്ട് മാറില്ലേ? എന്ന് പറഞ്ഞാൽ അത് 2 × 10 എന്ന് പറയുമ്പോൾ അത് 20 മീറ്റർ ആയിട്ട് നമുക്ക് ആൻസർ പറഞ്ഞുകൂടെ? അവിടെ ഡിസ്പ്ലേസ്മെന്റും അതേ ഡയറക്ഷൻ തന്നെയല്ലേ? എന്ന് പറഞ്ഞാൽ അവിടെ 20 മീറ്റർ വിത്ത് ഡൗൺവേർഡ് ഡയറക്ഷൻ എന്ന് നമുക്ക് പറയാം. പക്ഷേ അവിടെ ലിറ്റിൽ ബിറ്റ് കൺഫ്യൂഷൻ ഈസ് ദേർ. ACBയുമായിട്ടുള്ള കമ്പാരിസൺ ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ക്വസ്റ്റ്യൻ ഒരു അല്പ വ്യത്യാസം വരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് എങ്ങനെ പറയാം? നോക്കൂ, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് ദ പാത്ത് ലെങ്ത് ഓഫ് ACB നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും. ദ പാത്ത് ലെങ്ത് ഓഫ് ACB, എയിൽ നിന്ന് C വഴി B വരെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സർക്കംഫറൻസിന്റെ പകുതി, ജസ്റ്റ് ഹാഫ്. സോ നമുക്ക് എങ്ങനെ പറയാം? 2πr അല്ലേ നമ്മുടെ സർക്കംഫറൻസ് എന്ന് പറയുന്നത്. ദാറ്റ് ഡിവിഷൻ ബൈ 2 എന്ന് പറഞ്ഞാൽ π × r ആണ് നമ്മുടെ ഡിസ്റ്റൻസ് ട്രാവലിംഗ് എന്ന് പറയുമ്പോൾ we can say C π എന്ന് പറയുമ്പോൾ 3.14 into that radius as becomes 10, so 31.4, that is meter. ഇനി അത് അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫൈനൽ പൊസിഷനുമായിട്ട് ബന്ധപ്പെടുത്തി നേരിട്ടുള്ളതാ അല്ലെ? എന്ന് പറയുമ്പോൾ നമ്മുടെ AB തന്നെയാണ് അല്ലെ? ABയുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മളുടെ ഡയമീറ്റർ ആയിരിക്കും, 20 മീറ്റർ ആയിരിക്കും. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മൾ എളുപ്പം നമുക്ക് ആൻസറിലേക്ക് കിട്ടുന്ന തരത്തിലേക്ക് വന്നു അല്ലെ? വെരി ഗുഡ്. നോക്കൂ, നമ്പർ 8. നിങ്ങൾ ഓർക്കണേ, നിങ്ങൾ അടുത്ത യഥാർത്ഥ ഫൈനൽ എക്സാമിന് മുന്നേ പോകുമ്പോൾ ഉറപ്പിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൃത്യതയോടെ നോക്കിയിട്ടേ പോകാവൂ. നിങ്ങൾക്ക് കിട്ടാവുന്നതിലധികം മാർക്ക് ആ പ്രീവിയസ് ഇയറിലെന്ന് മാത്രം, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ട് മാത്രം ഈ ചാനലിലെ 99 ക്വസ്റ്റ്യൻസും പെർസെൻറ്റേജ് ഓഫ് ദ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഫ്രം യൂണിറ്റ്സ് തുടങ്ങി എൻഡിലുള്ള വേവ്സ് വരെയുള്ളത്. അത് അറൌണ്ട് ഒരു 1 hourന്റെ വീഡിയോസ് ആണ്, ലെസ് ദാൻ ദാറ്റ്. അപ്പം റഫ്ലി ഒരു 13-14 hours നിങ്ങൾ യൂസ് ചെയ്താൽ ഫിസിക്സിലെ 100% മാർക്ക് നിങ്ങളുടെ കയ്യിൽ ഇരിക്കും, നോ ഡൗട്ട് അറ്റ് ഓൾ. അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് നിങ്ങൾ ഉപയോഗിക്കാം. കുഞ്ഞുങ്ങളെ, now the first one, 8th one, നോക്കി, come on everybody. Write whether the work done in the following cases are positive, negative or zero. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കേസ് ആയിട്ട് വരുന്നത് വർക്ക് ഡൺ ബൈ ദ ഫ്രിക്ഷണൽ ഫോഴ്സ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ കോൺസെപ്റ്റ് ഒന്ന് എടുക്കാം.
ഫ്രിക്ഷൻ ഫോഴ്സ് വരണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മളൊരു അപ്ലൈഡ് ഫോഴ്സ് കൊടുക്കണം അല്ലേ? അപ്പോൾ നമ്മളൊരു അപ്ലൈഡ് ഫോഴ്സ് നമ്മൾ കൊടുത്തേ, അവിടുത്തെ ഫ്രിക്ഷനെ നമ്മളൊന്ന് മൈൻഡ് ചെയ്തേ. ആ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് പുറകിലോട്ടല്ലേ ആക്ട് ചെയ്യുന്നത്, അവന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് മുന്നിലോട്ടല്ലേ. അപ്പൊ നമ്മുടെ വർക്കിനെ പറ്റി ഒന്ന് ചുമ്മാ ചിന്തിച്ചേ. നമ്മുടെ ഫോർമുല ഓർത്ത് എന്താണാവോ അത്? എഫ് ഡോട്ട് എസ് അല്ലേ? അവനെ നമുക്ക് എങ്ങനെ പറയാം? എഫ് എസ് കോസ് തീറ്റ ആയിട്ട് നമുക്ക് പറഞ്ഞൂടെ? ഇനി ഒന്ന് ചിന്തിച്ചേ വളരെ കൃത്യമായിട്ട്. വാട്ട് ഈസ് ആംഗിൾ ബിറ്റ്വീൻ? അപ്പം ഡിസ്പ്ലേസ്മെന്റും അവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സും തമ്മിലുള്ള ആംഗിൾ ബോഡി മൂവ് ചെയ്യുന്നതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് അല്ലെ? അപ്പൊ തീറ്റ എന്ന് പറയുന്നത് അവിടെ 180 ഡിഗ്രി ആയിട്ട് വരുന്നു അല്ലെ? അപ്പൊ ഉറപ്പിച്ച് നമുക്ക് പറയാം that cos 180 become take the value as is equal to -1, so നെഗറ്റീവ് വാല്യൂ ആയിട്ട് മാറും. സോ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് പറയാം the frictional concept എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. Is it okay? കുഞ്ഞുങ്ങളെ ക്ലിയർ ആവുന്നുണ്ടോ? Is it okay everybody? Please message me. Yes. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാം. നോക്കിയേ എന്താണ് പറയുന്നത്? വർക്ക് ഡൺ ബൈ ദ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഓൺ എ ബോഡി മൂവിംഗ് ഇൻ സർക്കുലർ പാത്ത്. നോക്കിയേ, യെസ്, സർക്കുലർ പാത്ത്. സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ ഡയറക്ഷൻ എന്താണ്? നമ്മളിപ്പോ ഒരു ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് നമ്മളൊന്ന് മൂവ്മെന്റിനെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചാല് നോക്കി, the centripetal force is acting along the radius towards the center. അപ്പൊ ബോഡി മൂവ് ചെയ്യുന്നത് ടാൻജൻഷ്യൽ ആയിട്ട് ഡിസ്പ്ലേസ്മെന്റ് കണ്ടോ. അപ്പൊ സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ ബേസ് ചെയ്തിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റ് എടുത്താൽ ആ ഫോഴ്സ് ഈസ് ആക്ടിങ് along the radius, yes, towards the center. അപ്പോ ഡിസ്പ്ലേസ്മെന്റുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഒന്ന് നോക്കിയേ. അവിടെ തീറ്റ എത്രയായിട്ട് നമുക്ക് പറയാം? 90 ഡിഗ്രി ആയി. അങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ എന്ന് പറയുമ്പോൾ നമ്മുടെ എഫ് എസ് കോസ് 90 ബിക്കം 0. അതുകൊണ്ട് അവിടുത്തെ കേസിൽ നമുക്ക് പറയാം ദാറ്റ് ഫ്രിക്ഷൻ, നമ്മുടെ ഫോഴ്സ് നമ്മുടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് റെസ്പോൺസിബിൾ ആയിട്ടുള്ള നമ്മുടെ വർക്ക് ഡൺ എന്ന് പറയുന്നത് 0 ആണ്. അടുത്ത് ചോദിച്ചിരിക്കുന്നു നോക്കി, വർക്ക് ഡൺ ബൈ ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓൺ എ ഫ്രീലി ഫോളിംഗ് ബോഡി. നോക്കി, ഒരു ബോഡി വെർട്ടിക്കലി താഴോട്ട് വരികയാണ് അല്ലെ? യെസ്. അപ്പൊ അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? mg. എങ്ങോട്ടാണ് ആ ബോഡി മൂവ് ചെയ്യുന്നത്? താഴോട്ടാണ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റുമായിട്ടുള്ള ആംഗിൾ എത്രയായിട്ട് നമുക്ക് എടുക്കാം? 0 ആയിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ വർക്ക് ഡൺ എന്ന് പറയുമ്പോൾ എഫ് എസ് കോസ് 0 ആണ്, പോസിറ്റീവ് ആണ്. സോ നമുക്ക് എങ്ങനെ പറയാം? പ്ലസ് എഫ് എസ് ആയിട്ട് നമുക്ക് പറയാം. ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ നമുക്ക് ഉറപ്പിച്ച് പറയാം പോസിറ്റീവ് വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഡി ഓപ്ഷനെ പറ്റി ഒന്ന് ചിന്തിക്കേ. Come on, everybody. Work done by a person carrying a load on his head and walks along a horizontal level road. അപ്പൊ ലോഡ് ബേസ് ചെയ്തിട്ട് നമ്മൾ ചിന്തിക്കണം. അപ്പോ നമ്മുടെ മോഷനെ കുറിച്ചൊന്ന് ചിന്തിച്ചേ. ഇതല്ലേ മൂവ്മെന്റ് എന്ന് പറയുന്നത്? അപ്പോ ആ ലോഡിന്റെ വെയിറ്റ് ഈസ് ആക്ടിങ് വെർട്ടിക്കലി ഡൗൺവേർഡ്. അങ്ങനെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റും ഫോഴ്സും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ വർക്ക് എന്ന് പറയുന്നത് എങ്ങനെ പറയാം? എക്സാക്ട്ലി, യു ആർ റൈറ്റ്, ഇറ്റ് ബിക്കംസ് 0 വർക്കായിട്ട് നമുക്ക് പറയാൻ പറ്റും. വെരി ഗുഡ്. അപ്പൊ നമ്മള് വർക്ക് ഡണ്ണുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്സുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. വെരി ഗുഡ്, വെരി ഗുഡ്. നമുക്ക് 9th ക്വസ്റ്റ്യനിലേക്ക് പോകാം. എവരിബഡി, can you say what is the answer for this question? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താ പറയുന്നത്? ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ കൈനറ്റിക് എനർജി ഓഫ് എ ബോഡി ഈസ് A. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? സപ്പോസ് എ ബോഡി മൂവ്സ് വിത്ത് എ വെലോസിറ്റി V having mass m. അപ്പൊ അങ്ങനെയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്താണ്? ഹാഫ് m into v². പക്ഷെ അതിനെ എങ്ങനെയാ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്? ക്യാപിറ്റൽ K. ഓക്കെ, ഫൈൻ. What is its kinetic energy if its velocity is doubled? അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് രണ്ടാമത്തെ കേസ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് വെലോസിറ്റിക്ക് മാത്രമല്ലേ വ്യത്യാസമുള്ളൂ. അപ്പൊ നമുക്ക് എങ്ങനെ കൊടുക്കാം?
ഹാഫും വി ഡാഷ് സ്ക്വയർ എന്ന് കൊടുക്കാം. ഇവിടെ വി ഡാഷിന്റെ പ്രത്യേകത എന്താണ്? ഡബിൾ ഓഫ് വെലോസിറ്റി എന്നല്ലേ പറയണേ. അപ്പൊ നമുക്ക് എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? as a half m into, come on, double v s square. So that is equal to, come on everybody, half m into, yes, 2v square as a 4v square അല്ലേ? നമുക്ക് ആ 4നെ ഒന്ന് പുറത്തേക്ക് സൈഡിലോട്ട് എഴുതാം. Then 4 times half m into v square. So look, what is the kinetic energy? അത് k അല്ലേ? അപ്പൊ നമ്മുടെ വാല്യൂ എത്രയായിട്ട് മാറി? The kinetic energy become 4 times, yes, quadrupled ആയിട്ട് മാറി, 4 മടങ്ങായിട്ട് മാറി. വെരി ഗുഡ്, യെസ്, എക്സാക്ട്ലി, വെരി ഗുഡ്, യെസ്. നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ടോ? യെസ്. അപ്പൊ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനുകളുടെ ഒക്കെ ആൻസർ ഒക്കെ നമുക്ക് ഒന്ന് റിവൈസ് ചെയ്ത് മുന്നോട്ട് പോവാം. അപ്പോഴത്തേക്കും നമുക്ക് അതൊരു ഗുഡ് റിവിഷൻ ആയിരിക്കും അടുത്ത പരീക്ഷയ്ക്ക്. പിന്നെ ഒരു ചോദ്യം ഇങ്ങനെ ചോദിക്കാറുണ്ട്, ഈ ചോദ്യങ്ങൾ തന്നെ അടുത്ത പരീക്ഷയ്ക്ക് ആവർത്തിക്കാമോ? 10% ഉറപ്പാണ്, ഒരു 10 to 20% ഇത് തന്നെ ആവർത്തിക്കാനുള്ള സാധ്യതകളുണ്ട്. മിക്കവാറും ഈ മാർച്ച് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് നമ്മുടെ സേ പരീക്ഷയ്ക്ക് ആവർത്തിക്കാറുണ്ട്. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ ചിന്തിക്കേണ്ട. ഇതിന്റെ പുതിയ വേർഷൻ നമുക്ക് ഉറപ്പായിട്ടും ഇതുമായിട്ട് ലിങ്ക് ചെയ്ത ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മടുപ്പ് വേണ്ട, വളരെ വ്യക്തമായിട്ട് അത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചോളൂ. നോക്കിയേ, നമ്പർ 10, സ്ട്രേറ്റ് ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. നമുക്ക് കൺസിഡർ the two masses m1 and m2. They are separated by a distance r apart. Then that force between them, that is given as directly proportional to the product of their masses and inversely proportional to, yes, the separation between them. അപ്പോൾ ഇതാണ് നമ്മുടെ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. ഓർക്കുക, ദ ക്യാപിറ്റൽ ജി എന്ന് പറയുന്നത് ദ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എന്ന് നമുക്ക് പറയാം. അതിന്റെ വാല്യൂ മറന്നു പോകരുതേ, വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. സോ ദാറ്റ് ഈസ് ദ 10th ക്വസ്റ്റ്യൻ. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, നെയിം ദ ടൈപ്പ് ഓഫ് സ്ട്രെയിൻ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ എബവ് ഫിഗർ. Can you message me, please, everybody? What is the type of strain produced in the above figure? ഈ ഫിഗറിലെ സ്ട്രെയിൻ ഏതാണ്? ഡയറക്റ്റ് ആയിട്ട് നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം അല്ലെ, എന്താണ് ഇവിടെ വ്യത്യാസം വരുന്നത്? ഷേപ്പിനാണ് വ്യത്യാസം വന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ അതിനെ നമുക്ക് എന്തെന്നാ വിളിക്കുന്നേ? ഷിയറിംഗ് സ്ട്രെയിൻ എന്നാണ് നമ്മൾ വിളിക്കുക, ഷിയറിംഗ് സ്ട്രെയിൻ. സോ ദാറ്റ് ഈസ് വെരി ഗുഡ്, യെസ്. ഇനി റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ദിസ് സ്ട്രെയിൻ. അപ്പൊ സാധാരണ രൂപത്തിൽ എന്താണ് ഡെഫിനിഷൻ ആയിട്ട് പറയുന്നത് സ്ട്രെയിൻ എന്ന് പറയുന്നത്? യെസ്, ചേഞ്ച് ഇൻ കോൺഫിഗറേഷൻ ബൈ ഒറിജിനൽ കോൺഫിഗറേഷൻ. ഇങ്ങനെയാണ് നമുക്ക് യഥാർത്ഥത്തിലുള്ള അതിന്റെ റിലേഷൻ. പക്ഷെ ഇവിടെ ഷേപ്പ് മാറുന്നത് എങ്ങനെ പറയാം? What we can say, the strain is nothing but equal to change in configuration എന്ന് പറയുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഷേപ്പിന്റെ വ്യത്യാസം, അതിനെ നമ്മൾ ഈ പറയുന്ന ഷിഫ്റ്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. സോ ദാറ്റ് ഷിഫ്റ്റ്, ദാറ്റ് ചേഞ്ച് ഇൻ കോൺഫിഗറേഷൻ ബൈ ഒറിജിനൽ എന്ന് പറയുന്നത് ഇവിടെ ആംഗിൾ ആയിട്ടായിരിക്കും നമ്മൾ മെഷർ ചെയ്യുന്നത്, ദിസ് ആംഗിൾ. അപ്പൊ ഈ ആംഗിൾ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? That is the displacement there, delta x, that division by, yes, exactly, yes, that displacement by the side L, delta x by L. So that is what is called the shearing strain. Orkaga, the displacement occurs for the top surface by the side L, that is called the shearing strain. Very good, very good. Yes, we can go with the question number 12. What is modulus of elasticity? What is its unit? അപ്പൊ നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് കൂക്സ് ലോ ആണ്. എന്താണ് കൂക്സ് ലോ നമ്മളോട് പറഞ്ഞത്? വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ്, what we can say, that the stress is proportional to strain. എന്ന് പറഞ്ഞാൽ that stress
equal to a constant into strain. അവിടെ ആ കോൺസ്റ്റന്റിനെ വിളിക്കുന്ന പേരാണ് that is modulus of elasticity. Modulus of elasticity. അപ്പോ that is nothing but equal to stress by strain. That is the concept. ഇതിന്റെ യൂണിറ്റ് നമ്മൾ എഴുതണം. So the ratio of stress to strain is called the modulus of elasticity. ഇതിന്റെ യൂണിറ്റ് എങ്ങനെയാണ്? നമുക്കറിയാം സ്ട്രെസ്സിന്റെ യൂണിറ്റ് നമുക്ക് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിച്ചൂടെ? എന്താണത്? ഫോഴ്സ് ബൈ ഏരിയ അല്ലെ? യെസ്. അപ്പം ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ യൂണിറ്റ് ഫോർ സ്ട്രെയിൻ? സ്ട്രെയിനിന്റെ യൂണിറ്റ് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? Come on. എന്താണ് നമ്മുടെ സ്ട്രെയിനിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്? ചേഞ്ച് ഇൻ കോൺഫിഗറേഷൻ ബൈ ഒറിജിനൽ കോൺഫിഗറേഷൻ അല്ലേ? അപ്പോൾ അവന് യൂണിറ്റ് ഉണ്ടോ? നോ യൂണിറ്റ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇലാസ്റ്റിസിറ്റിയുടെ യൂണിറ്റ് എന്തായിട്ട് നമുക്ക് പറയാം? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. സോ ദാറ്റ് ഈസ് ഗുഡ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എവരിബഡി, ആർ യു റെഡി? Yes, a good question is waiting. Number 30. Okay. Calculate the efficiency of a heat engine working between 273 Kelvin and 373 Kelvin. അപ്പോൾ നമുക്കറിയാം എഫിഷ്യൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 1 മൈനസ് ദാറ്റ് ലോവർ ടെമ്പറേച്ചർ ബൈ ഹയർ ടെമ്പറേച്ചർ that much into 100% എന്ന് നമുക്ക് പറയാം. അവിടെ ഓർക്കണേ that T2 എന്ന് പറയുന്നത് നമ്മുടെ സിങ്കിന്റെ ടെമ്പറേച്ചർ ആണ് എന്ന് പറയുമ്പോൾ ലോവർ ടെമ്പറേച്ചർ ആണ്. T1 എന്ന് പറയുന്നത് നമ്മുടെ സോഴ്സിന്റെ ടെമ്പറേച്ചർ ആണ്. So that is equal to, come on everybody, 1 minus what is T2? അപ്പോൾ നമ്മുടെ ലോവർ ടെമ്പറേച്ചർ ആണ്, ദാറ്റ് ഈസ് 273 ബൈ ദാറ്റ് 373 that much into that 100%. So that is equal to 373 minus 273 by that 373, that is equal to 373 minus 273 as 100 division by that 373 into that 100 that percentage, 100 by that much into 100. Yes, exactly. So that is equal to 0.268, that much percentage. So that is equal to 26.8%. So that is the answer. So exactly you get the concept. That's ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ തന്നെ മറ്റൊരു തരത്തിൽ ചോദിക്കാം. ഈ 273 കെൽവിൻ എന്ന് പറയുന്നത് എന്ത് പോയിന്റ് ആയിട്ടാണ് നിങ്ങൾ അറിയുന്നേ? നമ്മുടെ 0 ഡിഗ്രി സെൽഷ്യസ് അല്ലേ? എന്ന് പറഞ്ഞാൽ അതിനെ ഐസ് പോയിന്റ് എന്ന് നമുക്ക് വിളിച്ചൂടെ? അതോടൊപ്പം 373 നമ്മൾ എന്താണെന്ന് വിളിക്കുന്നേ? 100 ഡിഗ്രി സെൽഷ്യസ് അല്ലേ? എന്ന് പറഞ്ഞാൽ വി സെഡ് ഇറ്റ് ടു ബി ദ സ്റ്റീം പോയിന്റ്. അപ്പോൾ ഈ ചോദ്യത്തിന് ഒരു മാറ്റം വരാം. എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദ എഫിഷ്യൻസി ഓഫ് എ ഹീറ്റ് എൻജിൻ വർക്കിംഗ് ബിറ്റ്വീൻ the ice point and the steam point. Yes, അപ്പൊ അതുകൊണ്ട് ആ ഒരു സ്പെഷ്യൽ കേസ് നിങ്ങൾ ഓർത്തിരിക്കുക. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേസാണ്. നമ്പർ 40. നല്ല ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഐസോകോറിക് പ്രോസസ്? Then what is the work done during the process? നമുക്കറിയാം isocoric process, it is a thermodynamic process there that volume change is 0. That means in that process volume is constant എന്ന് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ what is the work done? സാധാരണ കേസിൽ നമുക്കറിയാം വർക്ക് എന്ന് പറയുന്നത് P into dV ആയിട്ടാ പറയുന്നത് അല്ലേ? ഇവിടെ എന്താണ് P? It is nothing but the pressure. എന്താണ് dV ആയിട്ട് നമ്മൾ പറയുന്നത്? It is nothing but the change in volume. That is the concept there. അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഇൻ വോളിയം കോൺസ്റ്റന്റ് അല്ലേ? അപ്പൊ dV അവിടെ എന്തായിട്ട് മാറും? 0. അങ്ങനെ ആകുമ്പോൾ വർക്ക് ഡൺ എന്ന് പറയുന്നത് നമുക്ക് 0 ആയിട്ട് പറയാം. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഗുഡ് ക്വസ്റ്റ്യൻ.
So dear students, I am Samson. നമ്മുടെ ക്ലാസ് 11 ക്ലാസ് 12 സ്റ്റുഡൻസിന് വേണ്ടി ഫിസിക്സ് പഠിപ്പിക്കുന്ന കഴിഞ്ഞ 20 വർഷമായിട്ട് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ്. അതോടൊപ്പം എൻട്രൻസ് പഠിപ്പിക്കുന്നുണ്ട്. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഇനിയുള്ള +2 പഠനകാലത്ത് നിങ്ങളെ സഹായിക്കാൻ SS ഫിസിക്സ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ട് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് തുടങ്ങി വേവ്സ് വരെയുള്ള ക്വസ്റ്റ്യനുകൾ കൃത്യതയോടെ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും 100% മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, അതോടൊപ്പം ഷെയർ ചെയ്യാൻ. നോക്കിയേ കുഞ്ഞുങ്ങളെ, സ്റ്റേറ്റ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. നമ്മുടെ കഴിഞ്ഞ ഒരു 10-15 വർഷത്തെ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്താൽ കുഞ്ഞുങ്ങളെ ഉറപ്പായിട്ട് ഒരു ഓൾട്ടർനേറ്റ് വർഷങ്ങളിൽ ചോദിക്കുന്ന ഒരു ചോദ്യം, ചിലപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഈ കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം ആണ്. എന്താണ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം? അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, ഇഫ് ദ ടോർക്ക് ആക്ടിങ് ഓൺ എ ബോഡി ഈസ് 0, we know from Newton's second law of rotatory motion, tau is nothing but equal to dl by dt. Rate of change, നമ്മുടെ ലോസ് ഓഫ് മോഷനിൽ നമുക്കറിയില്ലേ, ഫോഴ്സ് എന്ന് പറയുന്നത് എങ്ങനെയാ പറഞ്ഞേ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ മൊമെന്റം ആയിട്ടല്ലേ നമ്മൾ പഠിച്ചേ. അങ്ങനെ വരുമ്പോൾ അതിന് പകരമായിട്ട് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ഇൻ റൊട്ടേറ്ററി മോഷൻ ആണ് ഇവൻ ടോ എന്ന് പറയുന്നത്. അപ്പൊ ഫോഴ്സിന് പകരമായിട്ട് ടോ വന്നു, ലീനിയർ മൊമെന്റത്തിന് പകരം ആംഗുലാർ മൊമെന്റം. അപ്പൊ ഇവിടെ എന്താ പറയണേ? ദ ടോർക്ക് ഈസ് 0. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, ദ ചേഞ്ച് ഇൻ ആംഗുലാർ മൊമെന്റം ഈസ് 0. That means L is constant. So that is called the conservation of angular momentum. ഇനി സ്പെഷ്യൽ ആയിട്ട് ഒരു ആപ്ലിക്കേഷൻ കോൺസെപ്റ്റിൽ ഒരു കാര്യം ഓർക്കണേ. നമ്മുടെ ലീനിയർ മൊമെന്റം എന്ന് പറയുന്നത് മാസ് ഇൻടു വെലോസിറ്റി ആയിട്ടല്ലേ നമ്മൾ പറയുന്നേ. അങ്ങനെയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗുലാർ മൊമെന്റത്തിന്റെ എക്സ്പ്രഷൻ മറക്കരുത്, എൽ എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ എമ്മിന് പകരം നമുക്ക് എന്തായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം? കമോൺ എവരിബഡി, നമുക്ക് എല്ലിന് പകരമായിട്ട് എമ്മിന് പകരമായിട്ട് മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വെലോസിറ്റിക്ക് പകരമായിട്ട് ഏത് ടേം വരുന്നു? ആംഗുലാർ വെലോസിറ്റി എന്നും പറയാം. അങ്ങനെയാണെങ്കിൽ എൽ ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർക്കണം, ഐ ഒമേഗ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. ഫോർ 2 കേസസ് നമുക്കപ്പോൾ എങ്ങനെ പറയാൻ പറ്റും? I1 omega 1 should equal to I2 omega 2. So that is what is called the conservation of angular momentum. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, if the external torque acting on a body becomes 0, the angular momentum is constant. So that is what is called the conservation of angular momentum. We can say I omega is a constant. ഇതാണ് നമ്മുടെ കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. നമ്മുടെ റൊട്ടേഷണൽ മോഷനുമായിട്ട് ബന്ധപ്പെട്ട് നല്ല ഒരു ക്വസ്റ്റ്യൻ ആണ് അടുത്ത് വന്നിരിക്കുന്നത്. നോക്കണേ, ശ്രദ്ധിച്ച് അത് ചെയ്യാൻ ശ്രമിച്ചേ. ഫൈൻഡ് ദ ടോർക്ക് ഓഫ് എ ഫോഴ്സ് എബൌട്ട് ദ ഒറിജിൻ. ദ ഫോഴ്സ് ആക്ട്സ് ഓൺ എ പാർട്ടിക്കിൾ whose പൊസിഷൻ വെക്ടർ ഈസ് I minus j plus k. അപ്പൊ ഇവിടെ ദ പൊസിഷൻ വെക്ടർ r നമുക്ക് തന്നിരിക്കുന്നത് I minus j plus k. ഇനി അവിടുത്തെ ഫോഴ്സ് ഒന്ന് നോക്കിയേ, എന്താണ് ഫോഴ്സ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 7i plus 3j minus 5k. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ടോർക്ക് കണ്ടുപിടിക്കുക? ആ ടോർക്കിന്റെ സിമ്പിളായ ഇക്വേഷൻ ഒന്ന് ഓർത്ത് നോക്കിയേ. എന്താണ് ടോർക്കിന്റെ ഇക്വേഷൻ? യെസ്, ദ ടോർക്ക് എന്ന് പറയുന്നത് R cross F. ഇതാണ് വെക്ടർ കൺസെപ്റ്റിൽ നമുക്ക് പറയാൻ പറ്റുക. The torque is equal to R cross F. അപ്പൊ എങ്ങനെയാ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നേ? യെസ്, അവിടെ നമ്മൾ ശ്രദ്ധിച്ച്, അറിഞ്ഞുകൂടാത്തവര് ശ്രദ്ധിച്ചിരിക്കണേ. ഡിറ്റർമിനന്റ് എന്നാണ് ഇതിനെ വിളിക്കുക. നിങ്ങൾ +2 മാത്സിന് പഠിക്കാൻ പോകുന്ന ഒരു പ്രോസസ്സാണ്. നമുക്ക് പെട്ടെന്നൊന്ന് അനലൈസ് ചെയ്യാം. ഇതിൽ 3 അംഗങ്ങളാണുള്ളത്. ഐ ജെ കെ, ദ ഫസ്റ്റ് നമ്മുടെ
എക്സ് ആക്സിസിലെ യൂണിറ്റ് വെക്ടർ ജെ കെ. എന്നിട്ട് നമ്മുടെ ആർ ക്രോസ് എഫ് ലെ ആറിന്റെ കമ്പോണന്റുകൾ, ഐ കമ്പോണന്റ് എത്രയാണ്? 1 ആണ്. ജെയുടെ കമ്പോണന്റ് എത്രയാണ്? -1 ആണ്. കെയുടെ കമ്പോണന്റ് എത്രയാണ്? 1 ആണ്. എങ്കിൽ ഫോഴ്സിന്റെ ഐ കമ്പോണന്റ് ഏതാണ്? 7 ആണ്. ജെ കമ്പോണന്റ് 3 ആണ്. കെ കമ്പോണന്റ് -5 ആണ്. ഇനി നമ്മൾ സിമ്പിൾ ആയിട്ട് ഫസ്റ്റ് ടേം എടുത്തിട്ട് ആ ഇൻറ്റു ഐ ക്യാപ് ഇൻറ്റു ആ ഐ കാണുന്ന റോയും ഗോളവും അങ്ങ് മറന്നു കളഞ്ഞാല് we get the concept like this one. -1, 1, 3, -5. അടുത്ത ഓൾട്ടർനേറ്റ് ആയിട്ട് നമ്മൾ സൈൻ ഒന്ന് മാറ്റിയിട്ട് രണ്ടാമത്തെ ടേം നമ്മൾ എടുക്കുക. വാട്ട് ഈസ് ദാറ്റ്? ജെ ക്യാപ്. എന്നിട്ട് എന്ത് ചെയ്യണം? അവൻ ഇരിക്കുന്ന റോയും ഗോളവും അങ്ങ് നമ്മൾ മറക്കുക. അപ്പൊ എന്ത് വരും? 1, 1, 7, -5. ഗുഡ്. എന്നിട്ട് മൈനസ് സൈൻ മാറ്റി പ്ലസ് കൊടുക്കുക. ജെക്ക് പകരം ഏത് യൂണിറ്റ് വെക്ടർ വന്നു? കെ വന്നു. എന്നിട്ട് കെ ഇരിക്കുന്ന യൂണിറ്റ് വെക്ടർ ആ ഒരു കോളവും റോയും നമ്മളൊന്ന് മറന്നാല് എന്ത് കിട്ടി? 1, -1, 7, 3. ഇനി ആൻസർ വളരെ ഈസി ആയി. നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാവോ? ജസ്റ്റ് ഐ ഇൻറ്റു ഇനി ക്രോസ് ചെയ്താൽ മതി. -1 ഇൻറ്റു 5, -5. 5 ആയിട്ട് വരും അല്ലെ? 5 ആയി. -3 into 1. So that is very important one. So it becomes minus, yes, 5 minus 3. അടുത്ത കോൺസെപ്റ്റ് എന്താണ്? -j into, come on, 1 into -5, -y, -7 into 1, 7, plus k into, come on, 1 into 3, 3, -1 into 7, 7. So that is equal to 5 minus 3, that is a 2i, -5 minus 7, -12 into minus, so plus 12j plus 10k. So that is the answer. You really got it, everybody? നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ കഴിഞ്ഞോ? ഒന്ന് മെസ്സേജ് ചെയ്തേ. Come on, everybody. യെസ്, നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇതൊന്ന് വർക്ക്ഔട്ട് ആക്കി നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. കാരണം വളരെ പ്രോമിസിങ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ്. ഇതിന്റെ ചില ആഫ്റ്റർ എഫക്ട്സ് നമ്മുടെ ആംഗുലാർ മൊമെന്റത്തിനും ഇതിന്റെ ഒരു കോൺസെപ്റ്റ് വരാം കേട്ടോ. എൽ എന്ന് പറയുന്നത് ആർ ക്രോസ് പി, ഈ ഒരു തരത്തിൽ പ്രോബ്ലം നമ്മൾ ചോദിച്ചിട്ടുണ്ട്. എൽ ഇസ് ഈക്വൽ ടു ആർ ക്രോസ് പി. വളരെ സിമ്പിൾ ആയിട്ട് ചോദിക്കുന്ന കോൺസെപ്റ്റ് ആണ്. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. സോ വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് വൺ, നമ്പർ 7. The distance traveled by a freely falling body, so y is equal to v0t minus half g into t square. Using the principle of dimensions, check the correctness of the equation. അപ്പോൾ നമ്മൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? LHS ന്റെ ഡയമെൻഷൻ നമ്മൾ കണ്ടുപിടിച്ചു. ആരുടെ? വൈയുടെ. വൈയുടെ ഡയമെൻഷൻ എത്രയാണ്? ലെങ്ത് ആണെന്ന് നമുക്കറിയാം. സോ ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് നമുക്ക് എഴുതാം. അടുത്തെന്താ വേണ്ടേ? നമ്മുടെ RHS ഒന്ന് എടുത്തേ. RHSന്റെ ഡയമെൻഷൻ ആണ് കണ്ടുപിടിക്കുക. അവിടെ രണ്ട് ടേമില്ലേ? v0t മൈനസ് ഹാഫ് g into t സ്ക്വയർ അല്ലേ? v0യുടെ ഡയമെൻഷൻ നമുക്കറിയാലോ, വെലോസിറ്റി അല്ലേ? വെലോസിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ? എന്ന് പറയുമ്പോൾ വെലോസിറ്റിയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് L/t അല്ലേ? സോ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം LT raised to -1 into t മൈനസ് ഹാഫ്. ഒരു ന്യൂമറിക്കൽ കോൺസ്റ്റന്റ് ആണ് അല്ലേ? അതിന് ഡയമെൻഷൻ ഉണ്ടോ? ഇല്ല. ആക്സിലറേഷൻ, വെലോസിറ്റി ബൈ ടൈം അല്ലേ? അപ്പൊ നമുക്ക് എന്തെന്ന് എഴുതാം? LT raised to -2 into t square, that is equal to L minus t raised to -2 cancel അല്ലേ? L ലെങ്തിൽ നിന്ന് ലെങ്ത് സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഒരു ലെങ്തേ കിട്ടും അല്ലേ? യെസ്. അപ്പൊ അവിടെ നിങ്ങൾ ലിറ്ററലി എടുക്കരുത് കേട്ടോ. L - L 0 ആണെന്നുള്ള ആസ്പെക്റ്റിലല്ല,
അവിടെ ഒരു ലെങ്ത് ആണ്, ഇത്ര മീറ്റർ ഉണ്ട്, അതിൽ നിന്ന് ഒരു ലെങ്ത് ആയിട്ടുള്ള പാരാമീറ്റർ സബ്ട്രാക്ട് ചെയ്താൽ, ഒരു ലെങ്തിൽ നിന്ന് ഒരു ലെങ്ത് സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് ലെങ്തേ കിട്ടും. ഒരു വോളിയത്തിനോട് ഒരു വോളിയം ആഡ് ചെയ്താൽ വോളിയമേ നമുക്ക് കിട്ടും. അപ്പൊ ആ തരത്തിൽ, അപ്പൊ അല്ലെങ്കിൽ ഫോഴ്സിനോട് മറ്റൊരു ഫോഴ്സ് ആഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ അതേ പാരാമീറ്ററേ നമുക്ക് കിട്ടും. അപ്പൊ നോക്കി, വാട്ട് അബൌട്ട് ദ ഡയമെൻഷൻ ഓഫ് LHS? അത് തന്നെയല്ലേ നമുക്ക് RHSന്റെ ഡയമെൻഷൻ ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ദിസ് ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ്. ദിസ് ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ്. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് കിട്ടിയത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അതിലെ ഫസ്റ്റ് ഓപ്ഷൻ ഒന്ന് ചിന്തിച്ചേ. ഡിഫൈൻ ദി ആവറേജ് വെലോസിറ്റി. എന്താണ് ആവറേജ് വെലോസിറ്റി? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ടു ദ ടൈം ഇന്റർവൽ. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈമിനെയാണ് നമ്മൾ ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത്. പക്ഷെ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നതോ, ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ടു ദ ടൈം ഇന്റർവൽ. അപ്പൊ അതിൽ ഒരു കാര്യം ഓർക്കണേ, ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു പ്യുവർ വെക്ടർ ആണ്. പക്ഷേ നമ്മുടെ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. ഡെഫിനിഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് സഫിഷ്യന്റ്. അതിന്റെ യൂണിറ്റ് കൂടെ മറന്നു പോകണ്ട, മീറ്റർ പെർ സെക്കൻഡ് തന്നെ. ഇനി അങ്ങനെയാണെങ്കിൽ അടുത്ത ബി ഓപ്ഷനെ കുറിച്ച് ഒന്ന് ചിന്തിച്ചേ. എന്താണ് ബി ക്വസ്റ്റ്യൻ പറയുന്നത്? ഡ്രോ ദ പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി ഹാവിംഗ് സീറോ ആക്സിലറേഷൻ. ആക്സിലറേഷൻ എന്ന് പറയുന്നത് സീറോയാണ്. അപ്പൊ അതിന്റെ പൊസിഷൻ ടൈം വരയ്ക്കണം. അപ്പൊ ആദ്യം എന്താ ഈ ആക്സിലറേഷൻ സീറോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം? നമുക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞൂടെ, ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ഇന്റർവൽ അല്ലേ സീറോ എന്ന് പറയുന്നത്? എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുന്നത് സീറോ എന്നല്ലേ അർത്ഥം? എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? വെലോസിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് എന്നല്ലേ? വെലോസിറ്റി കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ദ പാർട്ടിക്കിൾ ഈസ് അണ്ടർ യൂണിഫോം മോഷൻ. അവിടെ എപ്പോഴും ഓർക്കണേ, വെലോസിറ്റി ബൈ ടൈം ഈസ് എ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു k into t എന്നല്ലേ അർത്ഥം? എന്ന് പറഞ്ഞാൽ വെലോസിറ്റി പ്രൊപ്പോർഷണൽ ടു ടൈം എന്നല്ലേ അർത്ഥം? അങ്ങനെയാണെങ്കിൽ അതിന്റെ വെലോസിറ്റി കോൺസ്റ്റന്റ് എന്നാണ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് കേട്ടോ, അത് മറക്കരുത്. വെലോസിറ്റി കോൺസ്റ്റന്റ് എന്നാണ്, അപ്പം ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ഈസ് എ കോൺസ്റ്റന്റ് എന്നാണ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് പ്രൊപ്പോർഷണൽ ടു ടൈം എന്നാണ്. നമുക്ക് വേണ്ടതും അതല്ലേ, പൊസിഷൻ ടൈം കർവ്. അപ്പോ പക്ക സ്ട്രെയിറ്റ് ലൈൻ കർവ് ആയിരിക്കും നമുക്ക് കിട്ടുക അല്ലെ? അപ്പൊ ഓർക്കണേ, പൊസിഷൻ ടൈമിനനുസരിച്ച് വ്യത്യാസപ്പെടുന്നത് കൊണ്ട് ഇതാണ് നമ്മുടെ ആൻസർ. അപ്പൊ എന്താ നമ്മൾ സംസാരിച്ചേ? ആ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ക്ലൂ എന്താണ്? സീറോ ആക്സിലറേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം എന്ന് പറയുന്നത് സീറോ ആണ്. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? ചേഞ്ച് ഇൻ വെലോസിറ്റി സീറോ ആണ്. ദാറ്റ് മീൻസ് വെലോസിറ്റി ഈസ് എ കോൺസ്റ്റന്റ്. എന്ന് വെച്ചാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ഈസ് എ കോൺസ്റ്റന്റ്. സോ ഡിസ്പ്ലേസ്മെന്റ് പ്രൊപ്പോർഷണൽ ടു ടൈം. അതുകൊണ്ട് സ്ട്രെയിറ്റ് ലൈൻ കർവ് നമുക്ക് കിട്ടി. അപ്പൊ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. നമ്പർ 19. നമുക്ക് 3 പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റുകളാണ്. എല്ലാവരും ഒന്ന് വായിച്ചേ. Come on, everybody. Say whether the following statements are true or false. So that is the concept. We need to true or false നമ്മൾ പറയാം. അപ്പൊ അതിനുള്ളില് see, kinetic energy, kinetic friction depends on velocity of the body. അറിയാം, kinetic friction എന്ന് പറയുന്നത് mu times of normal reaction എന്നാണ് പറയുന്നത് അല്ലെ? Yes, so that is a very important. അപ്പോ അത് നമുക്ക് false എന്ന് നമുക്ക് പറയാം. അടുത്ത കോൺസെപ്റ്റ്, static friction is independent of area of contact. അപ്പൊ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ഏരിയയെക്കാളും അവിടെ ഡിപ്പെൻഡബിൾ ആകുന്നത് ആറ്റംസും മോളിക്യൂൾസും തമ്മിലുള്ള ഇന്ററാക്ഷൻ, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ നേച്ചർ ആണ്. സോ ദാറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ആണ്. ദാറ്റ് ഈസ് ട്രൂ ആണ്. ഗുഡ്, വെരി ഗുഡ്. അടുത്ത് ചോദിക്കുന്നു, kinetic friction is directly proportional to the normal reaction. നമുക്ക് പറയാം that is the true.
വളരെ പ്രധാനപ്പെട്ട കേസാണ്. സോ നമുക്ക് 3 സ്റ്റേറ്റ്മെന്റുകളാണ് നമുക്ക് തന്നത്. ആ 3 സ്റ്റേറ്റ്മെന്റുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. വെരി ഗുഡ്, വെരി ഗുഡ്. നമ്പർ 20, ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ഓഫ് മോഷൻ അതെന്താണ് എന്നാണ്. അപ്പൊ അവിടുത്തെ നിയമം നമ്മൾ പറയണം, അത് കഴിഞ്ഞിട്ട് അതിനെ ഡിറൈവ് ചെയ്യണം. എന്ത് ഫോഴ്സ് നമുക്ക് ഡിറൈവ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. അപ്പൊ എന്താണ് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ എന്ന് പറയുന്നത്? നമുക്കറിയാം, ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ഇറ്റ്. ദാറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. So the rate of change of momentum of a body is directly proportional to the force acting on it. And അപ്പൊ അതിന് നമ്മളൊരു മാത്തമാറ്റിക്കലി പിക്ചർ ആയിട്ട് നമ്മൾ പറഞ്ഞാല് the force acting on it is proportional to dp by dt. ഈ സ്റ്റേറ്റ്മെന്റ് പ്രകാരം നമ്മൾ ഫോഴ്സിന്റെ ഇക്വേഷനിലേക്ക് വരണം. നോക്കിയേ, നമുക്ക് ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ യെസ് മൾട്ടിപ്ലൈ a constant, so k into dp by dt ആയിട്ട് നമുക്ക് പറയാം അല്ലേ. സോ അവിടെ എന്താണ് k? a proportionality constant ആയിട്ട് നമുക്ക് പറയാം. ഇനി എന്താണ് p? ഇവിടെ p എന്ന് പറയുന്നത് മൊമെന്റം അല്ലേ. ആ മൊമെന്റത്തിന് നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും? ദാറ്റ് ഈസ് ഈക്വൽ ടു em into v. ദാറ്റ് ഈസ് ഇമ്പോർട്ടന്റ്. അപ്പൊ അങ്ങനെ വരുമ്പോ ഫോഴ്സ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് k into d by dt of m into v ആയിട്ട് നമുക്ക് പറയാം. മാസ് into വെലോസിറ്റി. അവിടെ നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് മക്കളെ, ഡിഫറൻസിയേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് അറിയേണ്ട ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, രണ്ട് ഫങ്ഷൻസ് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ എടുക്കേണ്ടി വരും. ദാറ്റ് ഈസ് u into dv by dt പ്ലസ് v. അപ്പം ആദ്യത്തെ ഫങ്ഷൻ ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫങ്ഷൻ ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് ഫസ്റ്റ്. ഇതാണ് കോൺസെപ്റ്റ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എങ്ങനെ നമുക്ക് കിട്ടും? ആദ്യം em ഇൻറ്റു ഡി വി ബൈ ഡി ടി പ്ലസ് രണ്ടാമത്തെ ഫങ്ഷൻ v ഇൻറ്റു ഡി എം ബൈ ഡി ടി. അവിടെ ഓർത്തിരിക്കേണ്ട കോൺസെപ്റ്റ്, സപ്പോസ് we are considering mass is a constant. നമ്മുടെ സാധാരണ ഒരു ബോഡിയാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ചേഞ്ച് ഇൻ മാസ് വിത്ത് റെസ്പെക്ട് ടു ടൈം നമുക്ക് എന്തായിട്ട് മാറ്റാം? 0 ആയിട്ട് നമുക്ക് മാറ്റാം. അങ്ങനെ വരുമ്പോൾ ഈ ടേം ക്യാൻസൽ ആയി. അപ്പൊ നമുക്ക് ഫോഴ്സ് എങ്ങനെ എഴുതാം? k ഇൻറ്റു എം ഇൻറ്റു ഡി വി ബൈ ഡി ടി. എന്താണ് ഡി വി ബൈ ഡി ടി? ചേഞ്ച് ഇൻ വെലോസിറ്റി per unit time. അതിനെ നമ്മൾ എന്തെന്നാ പറയുന്നത്? ആക്സിലറേഷൻ. സോ വി ക്യാൻ സേ k into m into a. നമ്മുടെ ഇക്വേഷനിലേക്ക് എത്തി. We assume the constant k is equal to 1, that we get the relation f is equal to m into a. ഇതാണ് നമ്മുടെ ഇക്വേഷൻ ഫോർ ഫോഴ്സ്. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്. അടുത്തത് വീണ്ടും റൊട്ടേഷണൽ മോഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. വാട്ട് ഈസ് ദ റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ് ഇൻ ലീനിയർ മോഷൻ? സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് വാട്ട്? ടോർക്ക്. അടുത്ത ചോദ്യം പറയാണ്, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ക്ലോസ് ഓർ ഓപ്പൺ എ ഡോർ ബൈ അപ്ലൈയിങ് ദാറ്റ് ഫോഴ്സ് അറ്റ് ദ ഹിഞ്ചസ്. അപ്പോ നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ദാ ഇവിടെ ആയിരിക്കും അല്ലേ വിജാഗിരി പിടിപ്പിച്ചിരിക്കുന്നത്. ഹിഞ്ചസ് ഇവിടെ ആയിരിക്കും അല്ലെ. അവിടെ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ ഇറ്റ് ഈസ് സോ ഡിഫിക്കൽട്ട്. നമുക്കറിയാം ഇതൊരു റൊട്ടേഷണൽ കൺസെപ്റ്റ് അല്ലേ. അപ്പൊ റൊട്ടേഷണൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഇക്വേഷൻ ആണ് ഇൻ വെക്ടർ ഫോം ആർ ക്രോസ് എഫ് എന്ന് നമുക്ക് പറയാം. അപ്പൊ അതിന്റെ മാഗ്നിറ്റ്യൂഡിലേക്ക് നമ്മൾ പറയുകയാണെങ്കിൽ വി ക്യാൻ സേ ആർ എഫ് സൈൻ തീറ്റ എന്ന് നമുക്ക് വിളിക്കാം. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ദ ലീനിയർ ഫോഴ്സ് റിക്വയർഡ്, ദ ലീനിയർ ഫോഴ്സ് റിക്വയർഡ് for a rotational effect. എന്താ? The linear force required for a rotational effect.
എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട പോയിന്റ് എഫ് എന്താണ്? എഫ് എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ടോ ഡിവിഷൻ ബൈ ആർ ഇൻറ്റു സൈൻ തീറ്റ. അപ്പൊ ഈ ടോ എന്ന് പറയുന്നത് നമുക്ക് ടേണിംഗ് ആണ്, ഇവിടുത്തെ റൊട്ടേഷണൽ എഫക്റ്റ്. ഗുഡ്. അവിടെ ആർ എന്ന് പറയുന്നത് എപ്പോഴും ഓർക്കേണ്ടത്, അപ്പൊ നമ്മുടെ ഇതാണ് നമ്മുടെ പ്ലാങ്ക് പിടിപ്പിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ അവിടെയാണ് ഫോഴ്സ് അപ്ലൈ ചെയ്താല് ഈ ഡിസ്റ്റൻസ് ആണ് നമ്മുടെ ആർ എന്ന് പറയുന്നത്. ഇനി നമ്മളിതാ ഇവിടെ തള്ളിയാണ് തുറക്കുന്നതെന്ന് വിചാരിക്കുക, എങ്കിൽ ആ ഫോഴ്സും അതും തമ്മിലുള്ള സെപ്പറേഷൻ ആറാണ്. ബട്ട് ഹിയർ the force is at hinges എന്ന് പറഞ്ഞാൽ r becomes 0. അപ്പൊ r 0 ആയാൽ f become infinite. That is a very important one. So it is so difficult to open it if we apply the force at the hinges. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. That is very, very important one. നോക്കൂ, number 22, a good question. The moment of inertia of a disk of mass m and radius r about an axis passing through its center and perpendicular to its plane is mr square by 2. What is the radius of gyration in this case? അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്നത് നമ്മളുടെ ഡിസ്ക് ആണ്. അപ്പൊ ആ ഡിസ്കിന്റെ സെൻട്രൽ ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യാണ് നമുക്ക് തന്നിരിക്കുന്നത് mr സ്ക്വയർ ബൈ 2. എങ്കിൽ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്താണ്? അപ്പൊ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയുമ്പോൾ ഓർക്കണേ, അവന്റെ സ്ക്വയർ മൾട്ടിപ്ലൈഡ് വിത്ത് മാസ് എന്ന് പറയുന്നത് ആ ആക്സിസിനെ പ്രതി അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആയിരിക്കും. So keep in mind the radius of gyration whose square multiplied with the mass will give the moment of inertia about that axis of rotation. So we can say that I is equal to m into k square. അപ്പൊ നമ്മളോട് ഇവിടെ പറയുന്നത് moment of inertia about the central axis is m into r square by 2. എങ്കിൽ നമുക്ക് k ആണ് കണ്ടുപിടിക്കേണ്ടത്. So m cancel. So we can say that k square take the value as is equal to r square division by 2. And from that you get the value for k is equal to r division by root 2. This is the radius of gyration. അപ്പൊ നമ്മുടെ മനസ്സിൽ വരേണ്ട കോൺസെപ്റ്റ് എന്താണ്? റേഡിയസ് ഓഫ് ഗൈറേഷൻ ആ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ മൾട്ടിപ്ലൈഡ് വിത്ത് മാസ് എന്ന് പറയുന്നത് ആ ആക്സിസിലെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആയിരിക്കും. അപ്പൊ ഇവിടത്തെ ആക്സിസിലെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എത്രയായിട്ടാ തന്നിരിക്കുന്നത്? mr സ്ക്വയർ ബൈ 2. അപ്പോൾ അത് എന്തിന് ഈക്വൽ ആയിട്ട് പറയണം? mk സ്ക്വയർ. അങ്ങനെ വരുമ്പോൾ കെയുടെ വാല്യൂ നമുക്ക് എങ്ങനെ കിട്ടി? r ബൈ റൂട്ട്. ഇനി രണ്ടാമത്തെ കേസ് എന്താ പറയുന്നത്? യൂസിങ് തിയറം ഓഫ് പെർപെൻഡിക്കുലർ ആക്സിസ് derive an equation for moment of inertia of the disk about the diameter. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഒരു ഡിസ്ക് നമുക്കൊന്ന് കൺസിഡർ ചെയ്യാം. ആ ഡിസ്കില് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം അപ്ലൈ ചെയ്യണമെങ്കിൽ വളരെ പ്രധാനപ്പെട്ട 3 ആക്സിസുകൾ നമ്മൾ കണ്ടെത്തണം. ഒന്ന് എക്സ് ആക്സിസ്, നമുക്ക് അതിലെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ix ആയിട്ട് എടുക്കാം, നമുക്ക് iy ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഈ സെൻട്രൽ ആക്സിസ് നമുക്ക് iz ആയിട്ട് നമുക്ക് പറയാം. അപ്പൊ എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്. അപ്പൊ കുഞ്ഞുങ്ങളെ, ix iy വളരെ പ്രധാനപ്പെട്ട കേസാണ്. ഈ 3 ആക്സിസും സെന്റർ ഓഫ് മാസിലൂടെ ആയിരിക്കും. ഇതിൽ ixും iy എന്ന് പറയുന്നത് സെന്ററിലൂടെ പോകുന്ന, സെന്റർ ഓഫ് മാസിലൂടെ പോകുന്ന മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള 2 ആക്സിസ് ആണ്. എങ്കിൽ എന്താണ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം പറയുന്നത്? iz എന്ന് പറയുന്നത് ix പ്ലസ് iy ആയിരിക്കും. അതാണ് നമ്മുടെ നിയമം. ഇനി ഇവിടെ നിങ്ങൾ നോക്കണേ, ഒരു ഡിസ്കിന്റെ y ആക്സിസും x ആക്സിസും പറയുന്നത് രണ്ടും അതിന്റെ ഡയമീറ്റർ അല്ലേ? നമ്മുടെ ഡയമീറ്റർ എപ്പോഴും ഡിസ്കിനെ 2 ഈക്വൽ പാർട്ടായിട്ടല്ലേ അതിനെ മാറ്റുക? അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് പറയാം? ix എന്ന് പറയുന്നത് iy തുല്യമായിട്ട് വരില്ലേ? അത് നമ്മുടെ ഡയമീറ്ററിലെ വാല്യൂ അല്ലേ? അപ്പൊ നമ്മുടെ iz take the value as is equal to 2 times of ix.
എന്ന് വെച്ചാൽ അത് 2 times FID അല്ലേ? അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഡയമീറ്ററിലെ വാല്യൂ എന്ന് പറയുന്നത് IZ ഡിവിഷൻ ബൈ 2 ആയിട്ട് നമുക്ക് എടുത്തൂടെ? ഇവിടുത്തെ സെൻട്രൽ ആക്സിസിലെ വാല്യൂ എന്ന് പറയുന്നത് M×R² ഡിവിഷൻ ബൈ 2 എന്നല്ലേ നമുക്ക് തന്നിരിക്കുക? അങ്ങനെയാണെങ്കിൽ ഡയമീറ്ററിലെ വാല്യൂ എന്ന് പറയുന്നത് MR² ബൈ 2 അല്ലേ? So you get the value as is equal to M×R² that division by 4. കണ്ടോ? എക്സാക്റ്റ് ആയിട്ട് നമുക്ക് ആൻസറിലേക്ക് നമ്മൾ വന്നു. ഇങ്ങനെയാണ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം അപ്ലൈ ചെയ്യുക. അപ്പോൾ ഓർക്കണേ, റിങ്ങിനോ ഡിസ്കിനോ അല്ലെങ്കിൽ പ്ലെയിൻ ലാമിനകൾക്കോ മാത്രമേ നമ്മുടെ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞാൽ 2 ഡയമെൻഷണൽ ഓബ്ജക്റ്റുകൾക്ക്. ഓർക്കണം, ആ പ്ലെയിനിലെ തന്നെ 2 മ്യൂച്വലി പെർപെൻഡിക്കുലർ ആക്സിസ്, സെൻട്രൽ മാസിലൂടെ പോകുന്ന മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള മറ്റൊരു ആക്സിസ്, അതാണ് ഏത്? IZ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? ദാറ്റ് IZ is equal to IX plus IY ആയിട്ട് നമുക്ക് പറയാം. ഇനി നമുക്ക് 23rd ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അടുത്ത് വന്നിരിക്കുന്നത്. ഡിഫൈൻ ദ ഓർബിറ്റൽ വെലോസിറ്റി ഓഫ് എ സാറ്റലൈറ്റ്. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് വൺ. So that orbital velocity is that velocity required by a satellite to revolve around a planet. അങ്ങനെ നമുക്ക് അതിനെ പറയാം, that orbital velocity. നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് അടുത്ത് പറയുന്നത് derive the expression for orbital velocity എന്നാണ്. അപ്പൊ നമുക്ക് എടുക്കാം, എർത്ത്, അതിന്റെ മാസ് ക്യാപിറ്റൽ M എന്നിരുന്നോട്ടെ, അതിന്റെ റേഡിയസ് ക്യാപിറ്റൽ R ആയിട്ടിരിക്കട്ടെ. നോക്കൂ, ഇതാണ് അവന്റെ ഓർബിറ്റൽ എന്ന് വിചാരിക്കുക. സോ ദാറ്റ് M മാസ് ഉള്ള അത് B വെലോസിറ്റിയിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു എങ്കിൽ അവിടെ ഈ സർക്കുലർ മോഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ആദ്യം വേണ്ടത് ദ സെൻട്രിപെറ്റൽ ഫോഴ്സ് ദെയർ. അപ്പൊ അത് നമുക്ക് കണ്ടുപിടിക്കണം. എന്താണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് നീഡഡ് ഫോർ റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുന്നത്? മാസ് ഇൻറ്റു അവന്റെ വെലോസിറ്റി സ്ക്വയർ ഡിവിഷൻ ബൈ R. അവിടെ R എന്ന് പറയുമ്പോൾ ഇത് ഈവനാണ്. നമ്മുടെ റേഡിയസിൽ നിന്ന് h ഹൈറ്റ് ആണ് ഉള്ളതെങ്കിൽ ആ സെൻട്രൽ നിന്നുള്ള അകലം R എന്ന് പറയുന്നത് we can write to be R plus h. ഇനി ഈ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആരാണ് കൊടുക്കുക? സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് വൺ. ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, the gravitational force between that M and M that will provide the necessary centripetal force. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? We can see the gravitational force between them. What is the gravitational force between them? G into capital M, the mass of planet, into mass of satellite by the separation square. എത്രയായിട്ടാ പറഞ്ഞേ? R². അപ്പോ the centripetal force എന്ന് പറയുന്നത് ആരാണ് പ്രൊവൈഡ് ചെയ്യുക? That gravitational force. അപ്പൊ അതിൽ നമുക്ക് നമ്മുടെ സാറ്റലൈറ്റിന്റെ മാസ് നമുക്ക് ക്യാൻസൽ ചെയ്യാം, ഒരു R ക്യാൻസൽ ചെയ്യാം. സോ V² എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കിട്ടി? GM ഡിവിഷൻ ബൈ R. അങ്ങനെയാണെങ്കിൽ ദാറ്റ് വെലോസിറ്റി എന്ന് പറയുന്നത് √GM ബൈ R ആയിട്ട് നമുക്ക് കിട്ടും. സോ ദാറ്റ് ഈസ് ദ ഓർബിറ്റൽ വെലോസിറ്റി ഓഫ് ദ സാറ്റലൈറ്റ്. അപ്പൊ നിങ്ങൾ ഓർക്കുക, നമുക്ക് ക്യാപിറ്റൽ M മാസ് ഉള്ള എർത്ത്, സ്മോൾ M മാസ് ഉള്ള ഒരു ഒരു സാറ്റലൈറ്റ്, അത് R റേഡിയസ് ഉള്ള ഒരു സർക്കിളിലൂടെ മൂവ് ചെയ്യാണ്. അപ്പോൾ അവിടെ ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സ് വേണം. ആ സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യാൻ ആരുണ്ട്? നമ്മളുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ബിറ്റ്വീൻ ദം ഉണ്ട്. സോ നമ്മൾ ആ രണ്ട് ഇക്വേഷൻസിനെയും തമ്മിൽ ഇക്വേറ്റ് ചെയ്തു. സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത് M×V² ബൈ R ആണ്. നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് GM ബൈ R². സോ യു ഗെറ്റ് ദ റിലേഷൻ ആസ് √GM ബൈ R. മറക്കരുത്, R എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് എർത്ത് പ്ലസ് the height from the surface to the orbit. That is very important. നമുക്ക് അടുത്ത് ചോദിച്ചിരിക്കുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത് റൈറ്റ് the any two postulates of kinetic theory of gases. നമുക്ക് 4 പോസ്റ്റുലേറ്റ്സ് നമുക്ക് പറയാൻ പറ്റും അല്ലെ? മനസ്സിൽ ഓർമ്മയിൽ വെക്കുക. സോ എന്താ നമ്മൾ പറയുന്നത്? യെസ്, all gases consist of
molecules. The molecules are rigid and elastic spheres. Good. അടുത്തൊരു പോയിന്റ് ഓർക്കുക. The size of the molecule is so small compared to the distance traveled by it. That is very important. Another one. And third one, the molecules are in a state of continuous random motion. So that is very important. And the next one, during random motion, and that all the molecules are in collision between them and also with the walls of the container. അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ പോയിന്റുകൾ നിങ്ങൾക്ക് പറയാം. And also we can say that collisions are elastic in nature. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, write an equation for average kinetic energy of the molecule in terms of absolute temperature. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. That average kinetic energy, we can say that is equal to 3/2 kb Boltzmann constant into temperature. So that average kinetic energy of a molecule, irrespective of the nature of the molecules, it may be different gases. It purely depends upon the temperature only, not on the pressure or volume like that. So that is the average kinetic energy of a molecule. So it purely depends upon the temperature. Number 25. അപ്പോൾ ഇനി വരുന്നതിനെല്ലാം നമുക്ക് ഒരു 10ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. ബട്ട് 4 സ്കോർ വെച്ചാണ്. അതിൽ നമുക്ക് 5 ക്വസ്റ്റ്യൻസ് നമ്മൾ എഴുതണം. ജസ്റ്റ് 50% അതിനകത്ത് നമുക്ക് ഓപ്ഷൻ ഉണ്ടെന്നുള്ള കാര്യം ഓർക്കും. ഓക്കെ. നമ്പർ എ ആൻഡ് ബി are two vectors acting at an angle theta as shown in figure. Redraw the figure and to mark the resultant vector. അപ്പോൾ നമുക്ക് പാരലോഗ്രാം ആണ് നമുക്ക് അവിടെ അപ്ലൈ ചെയ്യേണ്ടത് അല്ലേ? കാരണം രണ്ട് സൈഡിലായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിന്റെ റിസൾട്ടന്റ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ പാരലോഗ്രാമിൽ വരുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ്സ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കണം. അപ്പൊ ഇത് എ വെക്ടർ ആണെങ്കിൽ ഇത് എ വെക്ടർ ആയിരിക്കണം, ഇത് എന്തായിരിക്കണം? ബി വെക്ടർ ആയിരിക്കണം. അപ്പൊ നമ്മുടെ റിസൾട്ടന്റ് എന്ന് പറയുന്നത് പ്ലോട്ട് ചെയ്യാൻ പറഞ്ഞു. ഇതാണ് റിസൾട്ടന്റ്. ദാറ്റ് റിസൾട്ടന്റ് ഈസ് nothing but equal to a plus b. ഇവിടെ പറയാണ് അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വെക്ടർ ആർ. If a and b are two vectors, they are making an angle theta between them. The resultant are represented in magnitude is equal to modulus of a plus b. That modulus of a plus b is equal to root of a square plus b square plus 2ab cos theta. That is the very important relation. Magnitude മാത്രം കണ്ടുപിടിച്ചാൽ മതി കേട്ടോ. എന്നാലും അടുത്ത ക്വസ്റ്റിന് ഡയറക്ഷൻ ആണ് ചോദ്യമെങ്കിൽ വേണേലൊന്ന് ഓർമ്മിച്ചിരിക്കാം. That resultant makes an angle of alpha with respect to a. So we represent the direction tan alpha is equal to that to be sin theta division by a plus b cos theta. That is the very important concept. വളരെ പ്രധാനപ്പെട്ട കേസാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കണേ. സി ഗുഡ് ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. Two forces A and B of magnitude 6 and 8. അപ്പൊ ഇവിടുത്തെ ഇക്വേഷനില് A എന്ന് പറയുന്നത് 6 ന്യൂട്ടൺ ആണ്, B എന്ന് പറയുന്നത് 8 ന്യൂട്ടൺ ആണ്. Are acting perpendicular to each other. Find the magnitude of the resultant force. അപ്പൊ perpendicular to each other എന്ന് പറയുമ്പോൾ തീറ്റ എന്തായിട്ട് മാറി? 0 ആയി മാറി. അപ്പൊ നമ്മുടെ ഇക്വേഷനിനകത്ത് റിസൾട്ടന്റ് കണ്ടുപിടിക്കുമ്പോൾ cos തീറ്റ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ, സോറി ആംഗിൾ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആണ് അല്ലെ? അപ്പൊ എത്ര വരും? 90 ഡിഗ്രി. അപ്പൊ cos 90 എന്ന് പറയുന്നത് എത്രയായിട്ട് നമുക്ക് എടുക്കേണ്ടി വരും? 0 ആകും. അപ്പൊ നമ്മുടെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോ ഈ ടേം ഇല്ല. അപ്പൊ നമ്മുടെ ഫോർമുല എന്തായിട്ട് മാറി? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. That means this is equal to root of 6 square plus 8 square. That is equal to root of 36 plus 64. So that is equal to root of 100. So that means you get the answer as 10. That is important. കണ്ടോ? നമുക്ക് സിമ്പിൾ ആയിട്ട് ആ ഒരു ഫോർമുല അറിയാമെങ്കിൽ നമുക്ക് ആൻസറിലേക്ക് നമുക്ക് ഈസിയോടെ വരാൻ പറ്റും. So that is the concept there. നോക്കണേ. Number 26. A projectile is projected with a velocity v0, making an angle theta with the horizontal.
derive the equation for maximum height and time of flight for a projectile. So that is the concept there. അവിടെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്, നമുക്കൊരു സിറ്റുവേഷൻ ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ഒരു തീറ്റ ആംഗിളിലെ ഒരു പ്രൊജക്ഷൻ നമുക്ക് നടത്താം. സി ദ ഇനിഷ്യൽ വെലോസിറ്റി നമുക്ക് v0 എന്നാണ് പറയാ, വിത്ത് ആൻ ആംഗിൾ തീറ്റ. ഗുഡ്. അപ്പൊ നമുക്ക് ഇനിഷ്യലി നമ്മുടെ ഇനിഷ്യൽ വെലോസിറ്റിയെ നമുക്ക് രണ്ട് കമ്പോണന്റുകളായിട്ട് നമുക്ക് മുറിക്കാം. അപ്പോൾ അതിലെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു v0 cos തീറ്റ ആണെന്ന് നമുക്കറിയാം. അതേപടി നമ്മുടെ വെർട്ടിക്കൽ കമ്പോണന്റ് vy എന്ന് പറയുന്നത് ദാറ്റ് ഈസ് v0 sin തീറ്റ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ മാക്സിമം ഹൈറ്റ് ആൻഡ് ദ ടൈം ഓഫ് ഫ്ലൈറ്റ്. ആദ്യം നമുക്ക് മാക്സിമം ഹൈറ്റ് ബേസ് ചെയ്യാം. നോക്കൂ, മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആണ് അല്ലെ, മാക്സിമം ഹൈറ്റ്. സോ മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് ദ മാക്സിമം വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ദ ട്രജക്ടറി. മാക്സിമം വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ദ ട്രജക്ടറി. Who will contribute? That is very important. ആരാണ് അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? It is contributed by the vertical component of velocity. അപ്പൊ നമുക്ക് വെർട്ടിക്കൽ മോഷനെ പറ്റി നമുക്ക് കൺസിഡർ ചെയ്യാം. അവിടെ നിങ്ങളുടെ മനസ്സിൽ ഓർക്കേണ്ടത്, ഇവിടെ ഇനിഷ്യൽ പോയിന്റിൽ അവന്റെ വെലോസിറ്റി v0 sin തീറ്റ ആണെങ്കിലും ഗ്രാവിറ്റി കാരണം അത് കുറഞ്ഞ് ഹയസ്റ്റ് പോയിന്റിൽ എത്തുമ്പോൾ അവയുടെ വെർട്ടിക്കൽ ഫൈനൽ വെലോസിറ്റി അവിടെ എന്തായിട്ട് മാറും? 0 ആണ്. ആ സമയത്ത് അവൻ ഗെയിൻ ചെയ്യുന്ന ഡിസ്പ്ലേസ്മെന്റ് ആണ് h. അങ്ങനെ വരുമ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് നമ്മുടെ കൈനമാറ്റിക് റിലേഷൻ യൂസ് ചെയ്യാം. v² ഈക്വൽ ടു u² പ്ലസ് 2a into s. ഒരിക്കൽ കൂടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് വെർട്ടിക്കൽ മോഷനെ പറ്റിയാണ്. അപ്പൊ വെർട്ടിക്കൽ ഇനിഷ്യൽ പോയിന്റ് വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? v0 sin തീറ്റ. ഹയസ്റ്റ് പോയിന്റിലെ വെലോസിറ്റി ഫൈനൽ വെലോസിറ്റി എന്താണ്? വെർട്ടിക്കൽ കമ്പോണന്റ് 0 ആണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫൈനൽ വെലോസിറ്റി എന്താണ്? 0. ഇനിഷ്യൽ എന്താണ്? v0 sin തീറ്റ സ്ക്വയർ. ഇനി പ്ലസ് 2 into what is the acceleration? മൈനസ് g. ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? h. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ മൈനസിനെ ഇപ്പൊ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവന്നേ. 2gh take the value as is equal to v0 square sin square theta. അങ്ങനെയാണെങ്കിൽ the maximum height എന്ന് പറയുന്നത് is equal to v square sin square theta that division by 2g. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ടൈം ഓഫ് ഫ്ലൈറ്റ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു കാര്യം, എ മുതൽ ബി വരെ ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന സമയമാണ്. അതിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്ന പോയിന്റ് വെച്ച് ഇവൻ സിമെട്രിക്കൽ ആണ്. എന്ന് പറഞ്ഞാൽ എ മുതൽ എച്ച് വരെ എടുക്കുന്ന സമയം എത്രയാണോ അത് തന്നെയായിരിക്കും എച്ച് ടു ബി വരെ എടുക്കുന്ന ടൈം ഓഫ് ഡിസെന്റ്. അതുകൊണ്ട് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്, ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാല് ദ ടൈം ടേക്കൺ ബൈ ദ പ്രൊജക്ടൈൽ ടു കംപ്ലീറ്റ് ദ ട്രജക്ടറി. അതാണ് മീനിങ്. എന്ന് പറയുന്നത് ടി എ പ്ലസ് ടി ഡി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ് ടി എ പ്ലസ് ടി ഡി. പക്ഷെ ഇത് രണ്ട് ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് 2 into ടി എ ആയിട്ട് പറയാം. അങ്ങനെയാണെങ്കിലേ നമ്മുടെ വീണ്ടും വെർട്ടിക്കൽ മോഷനെ പറ്റി ഒന്ന് ചിന്തിച്ചേ. വെർട്ടിക്കൽ മോഷൻ കൺസിഡർ ചെയ്യുമ്പോഴേ നമ്മുടെ എ മുതൽ എച്ച് വരെ ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന സമയം എന്താണ്? അവന്റെ വെർട്ടിക്കൽ കമ്പോണന്റ് ആയിട്ടുള്ള ഇനിഷ്യൽ വാല്യൂ v0 sin തീറ്റ അല്ലേ? അത് ഹയസ്റ്റ് പോയിന്റിൽ എത്തുമ്പോൾ അത് 0 ആയി മാറിയില്ലേ? അതുവരെയുള്ള സമയം നമ്മൾ കണ്ടുപിടിച്ചാൽ പോരെ? അവിടെ നമ്മുടെ v is equal to u plus at എന്ന് പറയുന്ന ഇക്വേഷൻ ഒന്ന് ഉപയോഗിച്ചേ. എന്താണ് v
ഫൈനൽ വെലോസിറ്റി അല്ലേ? അതിവിടെ എത്രയായിട്ടാണ് നമുക്ക് കിട്ടിയേ? 0 അല്ലേ? എന്താണ് അവിടുത്തെ ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത്? അത് v0 sin θ അല്ലേ? അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ആക്സിലറേഷൻ നമുക്കറിയാമല്ലോ. എങ്ങനെയാണെങ്കിൽ നോക്കിയേ, g ഇൻറ്റു ടൈം ഓഫ് അസെന്റ് എന്ന് പറയുന്നത് നമുക്ക് v0 sin θ ആയിട്ട് എടുത്തൂടെ? അപ്പോ ടൈം ഓഫ് അസെന്റ് ടേക്ക് ദ വാല്യൂ as is equal to v0 sin θ that division by g. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുക? അത് നമുക്ക് ഡബിൾ ഓഫ് ടൈം ഓഫ് അസെന്റ് എന്നല്ലേ മീനിങ്? എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു v0 sin θ ഡിവിഷൻ ബൈ g. ഒരിക്കൽ കൂടെ നമ്മുടെ മനസ്സിൽ വരേണ്ട പോയിന്റ് ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സാധാരണ രൂപത്തിൽ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ എയിൽ നിന്ന് ബി വരെ ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന സമയമാണ്. അതാണ് നമ്മുടെ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, അത് എച്ച് വരെ ട്രാവൽ ചെയ്യുന്ന അതേ സമയം തന്നെ ആണ് എച്ച് മുതൽ ബി വരെ എടുക്കുക. കാരണം നമ്മുടെ പ്രൊജക്ടറിലെ മറ്റ് ഡീഗ്രേഡിംഗ് ഫാക്ടേഴ്സ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് ടൈം ഓഫ് അസെന്റും ടൈം ഓഫ് ഡിസെന്റും സെയിം ആണ്. അപ്പൊ നമ്മൾ എ മുതൽ ഹയസ്റ്റ് പോയിന്റ് വരെ എത്തുന്ന സമയം കണ്ടുപിടിക്കാൻ ശ്രമിച്ചു. അതിനുവേണ്ടി നമ്മുടെ വെർട്ടിക്കൽ മോഷൻ എടുത്തു. വെർട്ടിക്കൽ മോഷൻ എടുത്തപ്പോൾ അവന്റെ വെലോസിറ്റി v0 sin θ കുറഞ്ഞ് ഹയസ്റ്റ് പോയിന്റിൽ എത്തിയപ്പോൾ അവിടെ എന്ത് കിട്ടി? 0 ആയി. അപ്പോൾ അതിനു വേണ്ടി നമ്മുടെ കൈനമാറ്റിക് റിലേഷൻ v = u + 8 നമ്മൾ ഉപയോഗിച്ചു. അതിനുള്ളിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഫൈനൽ വെലോസിറ്റി എന്തായി? 0 ആയി. ഇനിഷ്യൽ വെലോസിറ്റി എന്താണ്? v0 sin θ. Just substitute. You get the concept as 2v0 sin θ by g. വളരെ ഗുഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? നമ്മുടെ ചോദ്യം എന്താണ് വരുന്നത്? യെസ്, ഡിഫൈൻ ഇംപൾസീവ് ഫോഴ്സ് ആൻഡ് ഗിവ് വൺ എക്സാമ്പിൾ ഫോർ ഇറ്റ്. സോ നമുക്ക് ഇങ്ങനെ പറയാം, യെസ്, the forces act on the bodies for short interval of time, that is called impulsive force. അപ്പൊ നമുക്ക് ഇമ്പൾസീവ് ഫോഴ്സിന്റെ ഫോർമുല നിങ്ങൾ ഓർത്തിരിക്കണം. ദാറ്റ് ആവറേജ് ഫോഴ്സ് ഇൻറ്റു dt എന്നാണ് നമ്മൾ പറയുക അല്ലെ? യെസ്, വാട്ട് ഈസ് എ എക്സാമ്പിൾ ഫോർ ഇറ്റ്? നമുക്ക് പറയാം, ഹിറ്റിംഗ് എ ബോൾ വിത്ത് എ ബാറ്റ്. ഹിറ്റിംഗ് എ ബോൾ വിത്ത് എ ബാറ്റ് ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് അടുത്ത് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. നോക്കിയേ, എ ബാറ്റ്സ്മാൻ ഹിറ്റ്സ് ബാക്ക് എ ബോൾ straight in the direction of the bowler without changing its initial speed of 12 meters per second. If the mass of the ball is 0.15 kilogram, determine the impulse imparted to the ball. Assume the linear motion of the ball. നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു കാര്യം, ഇമ്പൾസ് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു dt അല്ലേ? പക്ഷെ നമ്മുടെ ന്യൂട്ടൺ സെക്കൻഡ് ലോ പ്രകാരം എഫ് എന്ന് പറയുന്നത് dp/dt ആയിട്ടല്ലേ നമുക്ക് പറയുന്നേ? അപ്പൊ എഫ് ഇൻറ്റു dt എന്ന് പറയുന്നത് നമുക്ക് എന്തെന്ന് പറയാം? ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് നമുക്ക് പറഞ്ഞൂടെ? എന്താ ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറയുന്നത്? ഫൈനൽ മൈനസ് ഇനിഷ്യൽ ആയിട്ട് നമുക്ക് എടുത്തൂടെ? എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം mv2 മൈനസ് mv1 എന്നല്ലേ അതിന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് ഒരു കേസ് എടുക്കുക. നോക്കൂ, ഇതാണ് നമ്മുടെ ബാറ്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് എടുത്തിട്ട് നമ്മുടെ ബോൾ വരികയാണെന്നിരിക്കട്ടെ. അപ്പൊ നമുക്ക് അവിടുത്തെ മൊമെന്റത്തെ നമുക്ക് p1 എന്ന്. അത് വന്നിട്ട് അവൻ അതേ ഡയറക്ഷനിൽ തന്നെ സ്ട്രെയിറ്റ് ഡയറക്ഷനിൽ തന്നെ തിരിച്ചു പോയാണ് അല്ലെ? അപ്പൊ നമുക്ക് p2 ആയിട്ട് എടുക്കാം. അപ്പം ഇവിടെ നമ്മൾ ഓർക്കണം, ലെഫ്റ്റിലോട്ടുള്ള കോൺസെപ്റ്റ് നമുക്ക് അതിനെ വേണേലേ ഒരേ സ്പീഡിൽ തന്നെ പോകുന്നതുകൊണ്ട് നമുക്ക് ഒരേ വാല്യൂ തന്നെ ആയിരിക്കും അല്ലെ? ലെഫ്റ്റിലോട്ടുള്ള മൊമെന്റത്തെ നമുക്ക് -p എന്ന് എടുക്കാം. അപ്പോൾ റൈറ്റിലോട്ടുള്ളതിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം? +p ആയിട്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറയുന്നത് എങ്ങനെ എടുക്കാം? ഫൈനൽ മൈനസ് -p എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി? 2p. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ pt മൈനസ് p1 ആണ് നമുക്ക് ആ വാല്യൂ എന്ന് പറയുന്നത്. ദ ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്നത് 2p ആണ്. അതാണ് നമ്മളുടെ ഇംപൾസ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ 2 into m into v, that is equal to 2 into mass 0.15 into that velocity as 12. On solving,
You get the value as is equal to, simple ആയിട്ട് നമുക്ക് ആൻസറിലേക്ക് നമുക്ക് എത്തിക്കാം. You get the answer as is equal to 3.6 kilogram meter per second. That is the answer. അപ്പൊ കുഞ്ഞുങ്ങളെ ഒരിക്കൽ കൂടെ ആ ഡയറക്ഷൻ എടുക്കുന്നതെന്ന് ചിന്തിച്ചാണേ. നമുക്ക് ഇങ്ങോട്ട് വേണമെങ്കിൽ തിരിച്ചു വേണമെങ്കിൽ എടുക്കാം കേട്ടോ. നമുക്കിത് ഇതാണ് നമ്മുടെ ബാറ്റായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിട്ട് നമ്മുടെ ബോളിനെ ഇങ്ങനെ കൊടുക്കുക. അപ്പൊ അവന്റെ ഇനിഷ്യൽ മൊമെന്റം എന്ന് പറയുന്നത് +p ആയിട്ട് നമുക്ക് എടുക്കാം. എന്നിട്ട് തിരിച്ച് P2 ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പൊ വെക്ടർ കൺസെപ്റ്റ് വരുമ്പോൾ P2 - P1 ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഇവിടെ P2 എന്ന് പറയുന്നതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. അപ്പൊ ഇങ്ങോട്ട് വരും മൈനസ്, അപ്പൊ -2p ആയിട്ട് വരും. എന്നിരുന്നാലും മാഗ്നിറ്റ്യൂഡ് എടുക്കുമ്പോൾ 2p തന്നെ ആയിരിക്കും എപ്പോഴും. സോ അതൊരു വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. സോ ഇതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് സ്റ്റാർ ഇട്ട് നിങ്ങൾ പഠിക്കേണ്ട കാര്യമാണ്, ഇമ്പോർട്ടന്റ് ആണ്. നോക്കൂ, നെക്സ്റ്റ് വൺ. സ്റ്റേറ്റ് ദ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി. സോ എനർജി cannot be created, can be transformed from one form to another. So the total energy is always a constant. Prove the principle of conservation of mechanical energy in the case of a freely falling body. In the description box, നമ്മുടെ വർക്ക് പവർ എനർജിയുമായിട്ട് ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനുള്ളിൽ അത് കൃത്യതയോടെ ഡെറൈവ് ചെയ്തിട്ടുണ്ട്. സമയം കിട്ടുമ്പോൾ അത് കാണുക. അപ്പോൾ നമ്മൾ അവിടെ ചെയ്യുന്ന കാര്യം ഇതാണ്. 3 പൊസിഷൻസ് എടുത്തിട്ട് നമുക്ക് എ, ബി ആൻഡ് സി, അവിടുത്തെ ടോട്ടൽ ആയിട്ടുള്ള എനർജി കോൺസ്റ്റന്റ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യപ്പെടുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. അത് കൃത്യതയോടെ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. സ്ഥിരതയോടെ ചോദിക്കുന്ന ചോദ്യമാണ്. ചെയ്തു പഠിക്കണേ, വളരെ ഇമ്പോർട്ടന്റ്. ഇനിയുള്ള ഡെറിവേഷൻസ് അവോയ്ഡ് ചെയ്യുകയാണ് പർപ്പസ്ഫുൾ ആയിട്ട്. കാരണം സമയം ഒത്തിരി ആകുന്നു. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിനുള്ളിൽ എല്ലാ ക്വസ്റ്റ്യൻസും ഡിറൈവ് ചെയ്ത് അതിനകത്തുണ്ട്. നിങ്ങൾ അത് കണ്ട് സമയം പോലെ നിങ്ങൾ കാണുക. Derive an expression for the potential energy of a spring. ഓർക്കണേ, ½ k into x². വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. Draw a graph showing the variation of kinetic energy and the potential energy, the displacement in the case of a spring obeying Hooke's law. നമുക്കറിയാം, the potential energy is like this one. അങ്ങനെയാണെങ്കിൽ അതിന്റെ കർവ് ഒന്ന് നോക്കുകയും, വളരെ പ്രധാനപ്പെട്ട കേസാണ്. അപ്പൊ നമ്മളൊരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു സ്പ്രിങ്ങില് അവനെ നമ്മൾ ഒരു ഇക്വിലിബ്രിയം പൊസിഷൻ നമുക്ക് ഇവിടെ കൊടുക്കാം. അവനിൽ നിന്ന് ഒരു എക്സ് എന്ന് പറയുന്ന ഒരു ഡിസ്പ്ലേസ്മെന്റ് അവന് കൊടുത്തിട്ട് ഇത് ബേസ് ചെയ്തിട്ട് ഇറ്റ് ഈസ് അണ്ടർ മോഷൻ. ഗുഡ്. അവിടുത്തെ മെയിൻ പൊസിഷൻ വരുമ്പോൾ കീപ് ഇൻ മൈൻഡ് ദ വെരി ഇമ്പോർട്ടന്റ് വൺ. അവിടെ അവന്റെ പൊട്ടൻഷ്യൽ എനർജി എക്സ് എന്ന് പറയുന്നത് 0 ആകും. പക്ഷേ പൊട്ടൻഷ്യൽ എനർജി വേരിയേഷൻ പരാബോളിക് ആണ്. അതുകൊണ്ട് കർവ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലൈക്ക് ദിസ് വൺ. ഇത് ടച്ച് ചെയ്തുകൊണ്ട് കേട്ടോ. സോ ദാറ്റ് ഈസ് പൊട്ടൻഷ്യൽ എനർജിയുടെ കർവ്. അതേ സ്ഥാനത്ത് കീപ് ഇൻ മൈൻഡ് കൈനറ്റിക് എനർജിയുടെ കേസ് വരുമ്പോൾ ആ മീൻ പൊസിഷൻ വരുന്ന സമയത്ത് കീപ് ഇൻ മൈൻഡ് ദ വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. അവിടെ ദ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കും. പക്ഷെ ദ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. സോ ദിസ് ഈസ് ദ ഗ്രാഫ്. സോ ദാറ്റ് ഈസ് എനർജി വേഴ്സസ് ദാറ്റ് എക്സ് കർവ്. വളരെ പ്രധാനപ്പെട്ട കേസാണ്. നന്നായിട്ട് ഡ്രോ ചെയ്ത് വരാം. ഇനിയുള്ള ഡെറിവേഷൻസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെയ്തിട്ടിട്ടുണ്ട്. നിങ്ങൾ അത് നോക്കിയാൽ മതിയാവും. Write the equation connecting that acceleration due to gravity and universal constant. So it is nothing but equal to gm division by r². So there is a connection. Very good. Derive an equation for acceleration due to gravity at a depth d from the surface of Earth. You know that g dash is equal to g into 1 minus d by r. ഡെറിവേഷൻ നമ്മുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് നിങ്ങൾ കണ്ടെത്തുക കേട്ടോ. വളരെ പ്രധാനപ്പെട്ട കേസാണ്. അതില് നമ്മുടെ സെന്റർ ഓഫ് ദി എർത്ത് തുടങ്ങിയിട്ടുള്ള
വേരിയേഷൻ ഓഫ് ജി വിത്ത് ആർ എന്ന് പറയുന്നത് ഒന്ന് വരച്ച് പഠിച്ചേക്കണേ. അടുത്ത പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കോൺസെപ്റ്റ് ആണ്. അതിലെ മാക്സിമം വാല്യൂ ഓൺ ഇറ്റ്സ് സർഫസ് ആയിരിക്കും. സെന്ററിലെ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ് എന്നുള്ള കാര്യം മറക്കരുത്. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. എന്താണ് സ്റ്റേറ്റ് പാസ്കൽസ് ലോ? വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. പാസ്കൽസ് ലോ പറയുന്നത് ഇൻ എ ഫ്ലൂയിഡ് the pressure applied at a point is equally transmitted to anywhere in the fluid without losing any value. At any point, the pressure is a constant. So that is what is called Pascal's law. A hydraulic automobile lift is designed to lift cars with a maximum mass of 3,000 kilograms. The area cross-section of the piston carrying the load is 425 square centimeter. What is the maximum pressure would the smaller piston have to bear? Look the case. അപ്പോൾ നമ്മൾ ഒരു സ്മോളർ പിസ്റ്റൺ ആണ് ഇവിടെ ഉള്ളത്. ഈ ലാർജർ പിസ്റ്റൺ ആണ് നമ്മുടെ വെഹിക്കിളിനെ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കുന്ന കേസ് ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പൊ ഇവിടെ പറയാണ്, ഇവിടെ 3000 കിലോഗ്രാമിന്റെ ഒരു വെയിറ്റ് ആണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ അവിടുത്തെ വെയിറ്റ് ഹാങ് ചെയ്യുന്നത് മനസ്സിൽ എപ്പോഴും ഓർക്കണേ, mg ആയിരിക്കും എന്നുള്ള കാര്യം. അവിടുത്തെ ഏരിയ ക്രോസ് സെക്ഷൻ നമുക്ക് A2 ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പൊ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഫോഴ്സ് F1 ആണെന്നും അവിടുത്തെ ഏരിയ A1 ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഏത് പൊസിഷനിലും ബിക്കോസ് ഓഫ് പാസ്കൽസ് ലോ, അപ്പോ നമ്മുടെ പാസ്കൽസ് ലോ പ്രകാരം നമുക്ക് എന്ത് പറയാനാണ് അവിടെ പറ്റുക? കീപ് ഇൻ മൈൻഡ് ദാറ്റ് പ്രഷർ ഈസ് എ കോൺസ്റ്റന്റ്. അപ്പൊ അത് നമ്മുടെ സ്മോൾ പിസ്റ്റൺ ആയിക്കൊള്ളട്ടെ ലാർജ് പിസ്റ്റൺ ആയിക്കൊള്ളട്ടെ, പ്രഷർ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. എന്ന് പറഞ്ഞാൽ P1 should equal to P2. So that is equal to, അപ്പൊ നമ്മൾ ഇവിടുത്തെ പ്രഷർ കണ്ടുപിടിച്ചാൽ പോരെ. അപ്പൊ അവിടുത്തെ P2 എന്ന് പറയുമ്പോൾ അവിടുത്തെ P2 F2 ഡിവിഷൻ ബൈ A2. F2 എന്ന് പറഞ്ഞാൽ അവിടുത്തെ mg ഡിവിഷൻ ബൈ ഏരിയ. So that is equal to, what is m? That is 3000 into g, that is 10 division by area 425 into 10 to the power of -4. Appo solve ചെയ്യുമ്പോൾ we get the value as exactly 6.92 into 10 to the power of 5. So that much Pascal എന്നോ അല്ലെങ്കിൽ Newton per meter square എന്നോ നമുക്ക് പറയാൻ പറ്റും. So that is the aspect. That is question number 31. State and prove Bernoulli's principle. So description boxil derive ചെയ്തിട്ടുണ്ട്. So please സമയം കിട്ടുന്ന അനുസരിച്ച് അത് കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. Explain the anomalous expansion of water. സാധാരണ ലിക്വിഡ്സ് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് അതിന് എക്സ്പാൻഷൻ സംഭവിക്കാറുള്ളത്. പക്ഷേ നമ്മുടെ വാട്ടറിനുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ടെമ്പറേച്ചറിനനുസരിച്ച് അവന്റെ വോളിയം നമ്മൾ വരച്ചാൽ at first it goes on decreasing and then increasing. അത് 4 ഡിഗ്രി സെൽഷ്യസ് വരെ അവന്റെ വോളിയം കുറഞ്ഞ് പിന്നെ മിനിമം വോളിയം അറ്റ് 4 ഡിഗ്രി. ഇതിനെ തന്നെ നമുക്ക് അതിന്റെ ഡെൻസിറ്റി വേഴ്സസ് കർവായിട്ട് നമുക്ക് വരയ്ക്കാം വിത്ത് ടെമ്പറേച്ചർ. അപ്പോഴത്തേക്കും the curve is like this one. At 4 degree Celsius it got the maximum density. So that behavior is called the anomalous expansion of water. So keep in mind, while we increase in temperature, for the normal cases of liquids, its volume must goes on increasing. But for water, the case is entirely different. There, while increasing temperature till 4 degrees Celsius, its volume goes on decreasing and then goes on increasing. The second one, simple problem. Calculate the amount of heat energy required to convert 10 kilogram of water at 100 degrees Celsius to steam at 100 degrees Celsius. അപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരണമേ, നമ്മുടെ ഹീറ്റിംഗ് കർവ് എടുക്കുമ്പോൾ ഈ ഒരു ഓപ്ഷനെ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇത് നമ്മുടെ ഐസാണ്,
ഇത് 0 ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസ് 0 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടർ ആയിട്ട് മാറിയതാണ്. ഇവിടെ വന്നപ്പോൾ അത് 100 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടർ 100 ഡിഗ്രി സെൽഷ്യസിലുള്ള സ്റ്റീം ആയിട്ട് മാറുന്ന കേസാണ് ഇവിടുത്തെ കേസ്. എന്ന് പറഞ്ഞാൽ നമ്മളുടെ ചോദ്യം ഇതാണ്. അപ്പോ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ആണ് അല്ലെ. അവിടെ വേണ്ട എമൗണ്ട് ഓഫ് എനർജി ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു m into L mass into the latent heat of vaporization. Mass is given as is equal to here the 10 kilogram into the latent heat of vaporization is nothing but equal to 22.6 into 10 to the power of 5. On multiplying you get the value as 22.6 into 10 to the power of 6, or we can write it to be 2.26 into 10 to the power of 7. So that much amount of joule is needed that to convert the 10 kilogram of water at 100 degrees Celsius into steam at 100 degrees Celsius. Yes, with the help of a diagram, derive an equation for the period of the pendulum. That is equal to T is equal to 2 pi into root of L by G. അപ്പോൾ അത് വളരെ വ്യക്തമായിട്ട് ഡെറൈവ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് റെഫർ ചെയ്യാൻ വേണ്ടി ഓർക്കുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെയാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കത് ഒത്തിരി ഗുണകരമായിരിക്കും. ഓർക്കണേ, ഈ ബോബിന്റെ സെന്റർ തുടങ്ങി സസ്പെൻഷൻ വരെയുള്ളതാണ് നമ്മുടെ ലെങ്ത് ഓഫ് ദ പെൻഡുലം ആയിട്ട് എടുക്കുക. സോ ദ ടൈം പീരീഡ് ടേക്ക് ദ വാല്യൂ ആസ് 2 pi into root of L by G. Next question. A wave traveling along a string that is given as y is equal to 0.005 sine 80x minus 3t, in which numerical constants are calculate the amplitude, the wavelength, the period of the wave. ഇപ്പൊ നമ്മുടെ മനസ്സിൽ വരേണ്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ വേവ് പ്രൊപ്പഗേഷന്റെ നമ്മുടെ ജനറൽ റിലേഷനുമായിട്ട് നമ്മളൊന്ന് കമ്പയർ ചെയ്താൽ we get the relation as y is equal to a sin kx minus omega t. എന്താണ് ഈ ആംപ്ലിറ്റ്യൂഡ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. that is maximum displacement, so we can say 0.005 meter. അല്ലെങ്കിൽ നമുക്ക് എഴുതാം 5 into 10 to the power of minus 3 meter ആയിട്ട് നമുക്ക് എഴുതാം. അടുത്ത കേസ് എന്താ വേണ്ടേ? വേവ് ലെന്ത്. വേവ് ലെന്ത് എങ്ങനെയാ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക? ഏത് കേസാണ് വേണ്ടേ? അവിടെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ദ പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ്. ദ പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് k എങ്ങനെയാണ് നമുക്ക് പറയാ? 2 pi by lambda. ആ 2 pi by lambdയുടെ വാല്യൂ ഇവിടെ എത്രയായിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്? 80. So we can substitute as 80. And our aim is to find what is lambda. So lambda is equal to 2 pi by 80. So that is equal to 2 into 3.14 division by 80. So that is equal to 0.0785 meter. ഇത് എക്സാക്ട്ലി ഇതിന്റെ പകുതി ഭാഗം ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, അതേപടി ആവർത്തിച്ചിരിക്കുകയാണ്. പക്ഷെ ഈ ക്വസ്റ്റ്യൻ അതിലുണ്ടായിരുന്നില്ല, പീരീഡ് ഓഫ് ദ വേവ്. അതെങ്ങനെ കണ്ടുപിടിക്കാം? അത് നമ്മുടെ ഒമേഗയുമായിട്ട് റിലേറ്റ് ചെയ്താൽ പോരെ. ഒമേഗ നമുക്ക് എത്രയായിട്ട് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്? 3 വാല്യൂ. എന്താണ് ഒമേഗ? 2 pi by t. അപ്പൊ അവിടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ടൈം പീരീഡ്. t is equal to what? 2 pi by 3. എന്താണ് pi? 3.14 division by 3. So 2 into 3.14 by 3. So you get the answer as is equal to 2.09. So that is second. That is the value. So വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കുഞ്ഞുങ്ങളെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ എക്സാക്ട് ആയിട്ട് നമുക്ക് ആൻസേഴ്സ് കിട്ടിയിരിക്കും. 100% മാർക്കും. അപ്പൊ അതുകൊണ്ട് ഇനിയുള്ള സമയം പർപ്പസ്ഫുൾ ആയിട്ട് ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു 10 ഇയേഴ്സിലെ ഫോക്കസ് ഏരിയ ബേസ് ചെയ്ത്, അപ്പോൾ ഈ ഒരു ചാനലിൽ തന്നെ അത് അവൈലബിൾ ആണ് 100%. നിങ്ങൾ അത് ഏതാണ്ട് ഒരു 12 to 13 hours നിങ്ങൾ നോക്കിയിട്ട് പോയാൽ 100% മാർക്ക് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കും. എന്താണ്? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി. ദ ഡൈമെൻഷൻസ് ഓൺ the both the sides of a physical relation are same.
അപ്പോ നമുക്ക് ഇങ്ങനെ പറയാം, suppose it is like this one, m to the power of a, l to the power of b, t to the power of c is equal to m to the power of p, l to the power of q, t to the power of c. So we can say a equal to p, b equal to q, and c equal to that is say r ആയിട്ട് നമുക്ക് പറയാം. So the dimensions on both the sides of a physical relation are same. That is the principle of homogeneity. Question again. The kinetic energy of a body depends on mass m and velocity. Using the above principle, derive the equation for kinetic energy. നമുക്ക് സിമ്പിൾ ആയിട്ട് അത് ചെയ്യാം അല്ലേ? യെസ്. Okay, the kinetic energy, it is given, it is proportional to mass and velocity. Their power we don't know, we need to find it. So ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ആ പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേ. That is m to the power of p, v to the power of r. Then എന്ത് ചെയ്യണം? Write the dimensions on both sides. അപ്പോൾ കൈനറ്റിക് എനർജിയുടെ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ml square t raised to -2. It must be equal to k into what is m? The mass m to the power of p. And what is v? Velocity dimension is what? നമ്മുടെ k യുടെ ഡയമെൻഷൻ ഓർക്കണേ, അവനൊരു കോൺസ്റ്റന്റ് ആണ്. There is no dimension. So to the power of r. അപ്പൊ നമുക്കൊന്ന് അതിനെ ഗ്രൂപ്പ് ചെയ്തേ. So m to the power of p, l to the power of r, t to the power of minus r. Ini apply our principle of homogeneity. The dimensions on both the sides are equal. അപ്പൊ ഇവിടത്തെ m ന്റെ പവർ ഒന്ന് ശ്രദ്ധിച്ച് എഴുതാൻ ശ്രമിച്ചേ. m ന്റെ പവർ is 1, 1 is equal to p, 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 p. 2 into 2, take the value as is equal to r. That is what? Yes. So നമുക്ക് substitute ചെയ്യാം. The kinetic energy is proportional to m to the power of 1, v to the power of 2. നമുക്കറിയാം the kinetic energyയുടെ റിലേഷൻ എന്ന് പറയുന്നത് ഹാഫ് v സ്ക്വയർ ആണ് അല്ലെ? അപ്പം അവിടെ ന്യൂമറിക്കൽ കോൺസ്റ്റന്റ്സിനെ പറ്റി നമുക്ക് ഡയമെൻഷൻസിന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് ഹാഫ് എന്ന് പറയുന്ന ഒരു ഇന്റർപ്രിട്ടേഷൻ അവിടെ ഇല്ല. മറ്റു കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഗുഡ്, വെരി ഗുഡ്. നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു, സിമ്പിൾ ആണ്. Derive the position time graph, position time relation for a uniformly accelerated body. നമ്മൾ പ്രീവിയസ് ഇയറിൽ വളരെ വ്യക്തമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഗ്രാഫ് വരച്ചോണ്ട് ഇത് ഇനിഷ്യൽ വെലോസിറ്റി ആയിട്ട് എടുത്ത് ഇത് ഫൈനൽ വെലോസിറ്റി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത് ഇതിന്റെ ഏരിയ എടുത്ത് ചെയ്തിട്ടുണ്ട്. അത് കൃത്യമായിട്ട് ചെയ്യാൻ കാണുക കേട്ടോ. The velocity time graph of a body is given below. Find the displacement of the body during the time interval 5 to 15 seconds. 5 മുതൽ 15 വരെ ആ സമയം ഒന്ന് ശ്രദ്ധിച്ചോണേ. യെസ്. അപ്പൊ ഒരു ഗ്രാഫ് വരുമ്പോൾ നമ്മൾ ആദ്യം രണ്ട് ടേമുകൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, അതിന്റെ ഏരിയ എന്താണ് നമുക്ക് തരിക. രണ്ട്, അവന്റെ സ്ലോപ്പ് എന്താണ് നമുക്ക് നൽകുക. ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ച് നമ്മൾ വ്യക്തതയോടെ അറിഞ്ഞാൽ നമ്മൾ ആൻസറിലേക്ക് നമുക്ക് വരാൻ പറ്റും. അപ്പൊ ഇവിടുത്തെ കേസ് എന്ന് പറയുന്നത് വെലോസിറ്റി ടൈം ആണ് അല്ലെ? ഏരിയ ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയേ, എന്താ നമുക്ക് കിട്ടുന്നത്? വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം അല്ലേ? അപ്പൊ നമുക്ക് എക്സാക്ട്ലി എന്ത് തന്നെ ഡിസ്പ്ലേസ്മെന്റ്. ഏരിയ കണ്ടുപിടിച്ചാൽ അതൊരു വെറും റെക്ടാംഗിൾ അല്ലേ? അപ്പം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ? ലെങ്ത് എത്രയാ? 15 മൈനസ് 5 ഇൻറ്റു ഹൈറ്റ് എത്രയാ? yes 20. So that is equal to 10 into 20. That is equal to what? 200 meter. So that is the displacement suffer. അവിടെ എപ്പോഴും ഓർക്കണേ, നമുക്ക് ചിലപ്പോഴൊക്കെ ചില കർവൊക്കെ വരുന്ന സമയത്ത് ഇതേപോലത്തെ ഉള്ള ഹൈക്കുകൾക്കൊപ്പം തന്നെ താഴോട്ടുമുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇത് പ്ലസ് ആവും, ഇത് മൈനസ് ആകും. ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കുമ്പോൾ വിത്തൗട്ട് സൈൻ എടുത്താൽ നമുക്ക് അത് ഡിസ്റ്റൻസ് ആയിട്ട് മാറുമെന്നുള്ള ആപ്റ്റ് കോൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിൽ ഓർക്കണം. യെസ്. A car of mass m moves with a speed v along a banked road of radius r. Draw a diagram showing all the forces acting on the car. Okay, നമുക്കൊരു ബാങ്ക്ഡ് കർവ് അങ്ങോട്ട് വരയ്ക്കാം. അപ്പോൾ അതിലെ നമ്മുടെ ഔട്ടർ റെയില് നമ്മൾ ഒരല്പ ഹൈറ്റിൽ നമ്മൾ വരച്ചു. ഇതാണ് ആംഗിൾ ഓഫ് ബാങ്കിങ് എന്ന് പറയുന്നത്. നമുക്ക് എപ്പോഴും ഓർക്കണമേ, ഇതാണ് നമ്മുടെ വെഹിക്കിൾ എങ്കിൽ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഏതൊക്കെയെന്നാണ് നമ്മുടെ ആദ്യത്തെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഒന്ന്, ദ വെയിറ്റ് എന്ന് പറയുന്നത്. രണ്ട്, ദ റിയാക്ഷൻ എന്ന് പറയുന്നത്, നോർമൽ റിയാക്ഷൻ.
വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേസാണ്. അടുത്ത നമുക്ക് വരുന്ന ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത് യെസ് ദ ഫ്രിക്ഷൻ. പിന്നെ നീഡഡ് ആകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് along the radius towards the center നമ്മുടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് m/v² ഡിവിഷൻ ബൈ r. ഡെറിവേഷൻ നന്നായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്, അത് ഒന്നുകൂടെ കാണണമേ. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഓർക്കണേ, അവിടെ നമുക്ക് ഡെറൈവ് ചെയ്ത് കിട്ടുന്ന ഇക്വേഷൻ ഇങ്ങനെയായിരിക്കും. v²/rg എന്ന് പറയുന്നത് tan theta plus mu division by 1 minus mu tan theta. So that is the aspect. mu ഇല്ലാത്തൊരു കേസ് ആയിട്ടാണ് വരുന്നതെങ്കിൽ അപ്പൊ നമ്മുടെ മാക്സിമം സ്പീഡിന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് v²/rg is equal to tan theta. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് വെലോസിറ്റി കണ്ടുപിടിച്ചാൽ നമ്മുടെ ഇക്വേഷൻ ആയി. സോ ദാറ്റ് ഈസ് ദ മാക്സിമം സ്പീഡ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു rg into tan theta plus mu division by that 1 minus mu tan theta. So that is the case there. So that is the question number 38. State parallel axis theorem of moment of inertia. ഈ പാരലൽ ആക്സിസ് തിയറം പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് സെന്റർ ഓഫ് മാസിലൂടെയുള്ള ഒരു ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ നമുക്ക് അറിയാമെങ്കിൽ അതിന് പാരലൽ ആയിട്ടുള്ള മറ്റൊരു ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കാൻ ആ രണ്ട് പാരലൽ ആക്സിസും തമ്മിലുള്ള പെർപെൻഡിക്കുലർ സെപ്പറേഷൻ എ ആണെങ്കിൽ that I is given as is equal to I center of mass plus m into a square. That is equal to എന്താണ് സെന്റർ ഓഫ് മാസിലെ വാല്യൂ എത്രയാണോ പ്ലസ് m into a square. അപ്പൊ നമുക്ക് ഇവിടെ പറയുന്ന കേസ് എന്താണെന്ന് നമുക്ക് നോക്കാം. What is the moment of inertia of a rod of mass m and length l about an axis perpendicular to it and passing through one end? നോക്കണേ, അപ്പൊ നമുക്കൊരു റോഡ് നമുക്ക് വരയ്ക്കാം. അതിന്റെ ഒരു എൻഡിലെ ആക്സിസിലെ മൊമെന്റ് ഓഫ് ഇനർഷ്യ നമ്മൾ കണ്ടുപിടിക്കുന്നു. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോ സെന്റർ ബേസ് ചെയ്തിട്ട് ഒന്ന് നോക്കിയേ, ഇതല്ലേ നമ്മുടെ സെന്റർ ഓഫ് മാസ് വാല്യൂ എന്ന് പറയുന്നത്. ഇവ തമ്മിലുള്ള സെപ്പറേഷൻ നമുക്ക് എ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഐ സെന്റർ ഓഫ് മാസ് പ്ലസ് m into a square അല്ലേ നമ്മുടെ അവിടുത്തെ മൊമെന്റ് ഓഫ് ഇനർഷ്യ അറ്റ് ദ എൻഡ് എന്ന് പറയുന്നത്. സെന്റർ ഓഫ് മാസിലെ വാല്യൂ എത്രയായിട്ട് നമുക്കറിയാം. that is very important. That value is nothing but equal to m into l square division by 12. So m into l square division by 12 plus m into the perpendicular separation between the two axes we can write to be as l by 2 square. So that is equal to m into l square division by 12 plus m into l square division by 4. അപ്പോൾ ഒരിക്കൽ കൂടെ നമ്മൾ പാരലൽ ആക്സിസ് തിയറം ജസ്റ്റ് അപ്ലൈ ചെയ്തതേ ഉള്ളൂ. എന്താണ് അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത്? സെന്റർ ഓഫ് മാസിലൂടെയുള്ള വാല്യൂവിനോടൊപ്പം മാസ് ഇൻറ്റു ആ രണ്ട് ആക്സിസും തമ്മിലുള്ള പെർപെൻഡിക്കുലർ സെപ്പറേഷന്റെ സ്ക്വയർ ആഡ് ചെയ്താൽ മതി. അപ്പൊ ഇവിടെ നമുക്ക് കോമൺ ആയിട്ടുള്ളത് എന്ത് നമുക്ക് പുറത്തെടുക്കാം? ml²/3. അപ്പൊ എന്തായിട്ട് മാറി? 4 നമുക്ക് പുറത്തെടുക്കാം. സോ 1/3 പ്ലസ് 1 ആയിട്ട്. അപ്പൊ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ml² division by 4 into that 4/3. So you get the answer as is equal to m into l² division by 3. So that is a very important ആയിട്ടുള്ള. Good, very good, very good. Yes, derive an equation for acceleration due to gravity at a height h above the surface of Earth. അപ്പോൾ നമുക്ക് അറിയാവുന്ന കേസാണ്. ഡെറിവേഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കാണുക. അപ്പോൾ അവിടെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് that is equal to g at a height h എന്ന് പറയുന്നത് we can write it to be g at the surface division by 1 plus h by r the whole square. അപ്പോൾ നമ്മൾ സാധാരണ രൂപത്തിൽ നിങ്ങൾ ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, g into 1 minus 2h by r. അങ്ങനെ ഒരു റിലേഷൻ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് എപ്പോഴും നമ്മൾ കൺസിഡർ ചെയ്യുന്ന h എന്ന് പറയുന്നത് വളരെ ചെറുതാകുമ്പോൾ മാത്രമേ അത് ഉപയോഗിക്കുവാൻ പാടുള്ളൂ.
അല്ലാത്ത കേസിന് ഒഴികെ ഈ ഒരു കോൺസെപ്റ്റ് തന്നെ ഉപയോഗിക്കണം. ഇവിടെ പറയുന്നത് കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ഗ്രാവിറ്റി അറ്റ് എ ഹൈറ്റ് ഈക്വൽ ടു ഹാഫ് ഓഫ് ദ റേഡിയസ് ഓഫ് എർത്ത്. അപ്പൊ h എന്ന് പറയുന്നത് r/2 ആകുമ്പോൾ എന്താണെന്നാണ്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? സാധാരണ സർഫസിലെ വാല്യൂ നമുക്ക് g ആയിട്ട് തന്നെ കൊടുക്കാം. 1 പ്ലസ് h ഇവിടെ എത്ര ആയിട്ടാ പറയണേ? r/2. അപ്പൊ അവിടെ by 2, that much, sorry, by r, that much square. So that is equal to g by r cancel. So you get the value 1 plus 1/2 square. So that is equal to 2 plus 1, 3/2 square. അല്ലേ? ഒന്ന് സ്ക്വയർ ചെയ്തേ. സോ അപ്പൊ 2 square 4 ന്യൂമറേറ്ററിലേക്ക് പോയില്ലേ? 4/9 times of g. So that is a value. സോ വളരെ ഈസി ആയിട്ടുള്ള പ്രോമിസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കുഞ്ഞുങ്ങളെ നിങ്ങളുടെ പരീക്ഷയ്ക്ക് വേണ്ടി മോഡൽ എക്സാമിന് അധ്യാപകർ സെറ്റ് ചെയ്തത്. They have done a very good job, especially for this pandemic, in order to support you. ഉറപ്പായിട്ട് നമ്മുടെ കേരള ഗവൺമെന്റ് നല്ല ഒരു അപ്രോച്ചാണ് ചെയ്തിരിക്കുക. അപ്പൊ നിങ്ങളുടെ ഇനിയുള്ള പരീക്ഷയ്ക്കുള്ള ഗ്യാപ്പ് വളരെ കാര്യമായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക. ഈ ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ എക്സാക്ട് ആയിട്ട് നമ്മുടെ യൂണിറ്റ്സ് തുടങ്ങി വേവ്സ് വരെയുള്ള ചാപ്റ്ററിന്റെ ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണ്ടിയുണ്ട്. അത് കാണാം. അത് കണ്ടാൽ 100% മാർക്ക് നിങ്ങൾക്ക് നമ്മുടെ ബോർഡ് പരീക്ഷയ്ക്ക് ഉറപ്പിക്കാം. സോ ബെസ്റ്റ് വിഷസ് ഫ്രം SS ഫിസിക്സ് ക്ലാസ്സസ്. ടേക്ക് കെയർ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.